എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ കാസർഗോഡ് സ്വദേശിനിയാണ്. കാസർഗോഡ് ജില്ലയിൽ പെർളയാണ് എൻ്റെ നാട്. ജനിച്ചതൊരു ഹവ്യക്ക ബ്രാഹ്മണ സമുദായത്തിലാണ്. ഈ ഹവ്യക്ക എന്താണെന്നൊന്നും എന്നോട് ചോദിച്ചു വരരുത്, അതിൻ്റെ പേരൊന്നും ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. എന്തായാലും ഏറ്റവും ബ്രാഹ്മണ സമുദായത്തിൽ തന്നെ സ്ഥാനമാനങ്ങൾ കൂടിയ ഒരു വിഭാഗമാണെന്ന് കേട്ടറിവുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആ ഒരു വില സ്ഥാനം അതൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. നേരത്തെ സഹന ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു എന്നതിനേക്കാൾ ഒരു അല്ലെങ്കിൽ ബ്രാഹ്മണ പെൺകുട്ടി എന്നുള്ള രീതിയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. ഓർമ്മ ഉറയ്ക്കുന്ന കാലം മുതൽക്ക് ഒരുപാട് അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ ഒക്കെ വീട്ടിൽ നടന്നു കണ്ടിട്ടുണ്ട്. ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ഞാൻ പറയാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതുവരെ ദൈവം, പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ടി വിയിലൊക്കെ ഡയലോഗ്സ് കേൾക്കുമല്ലോ, എൻ്റെ ഈശ്വര, അങ്ങനെ തമാശയ്ക്ക് പ്രയോഗിച്ചിട്ടുള്ള പദമാണെന്നതിനുപരി ഈശ്വരൻ എന്ന് പോലും പറയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതൊരു ദൈവം. അപ്പോൾ ആ ഒരു വിശ്വാസം, ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവുക, അവിടെ ഉത്സവം, പിന്നെ കളിയാട്ടം പോലുള്ള തെയ്യക്കോല ചടങ്ങുകളിൽ പങ്കെടുക്കുക, ഇതൊക്കെയായിരുന്നു ഒരു ദൈവിക വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. വീട്ടിലാണെങ്കിലും നിർബന്ധപൂർവം പൂജാമുറിയിൽ കയറുക, തൊഴുതില്ലെങ്കിൽ അതിന് ബഹളം, അവിടെ ചെന്ന് കൈകൂപ്പി നിന്നില്ലെങ്കിൽ ബഹളം, അവിടെ എന്തെങ്കിലും നമ്മുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിനകത്ത് ചെന്നിട്ട് കൈകൂപ്പി ഒന്ന് നിൽക്കുക, ശേഷം പിന്തിരിഞ്ഞു വരുമ്പോൾ ഒന്ന് ഭസ്മം തൊട്ടില്ലെങ്കിൽ അതിനും ബഹളം. ഇങ്ങനെ ഇതിന്റെ ഒന്നും അർത്ഥതലങ്ങളൊന്നും പറയില്ല, അർത്ഥം എന്താണെന്നൊന്നും പറയില്ല, ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞു തരില്ല. പക്ഷെ എന്തൊക്കെയോ കുറെ അനുഷ്ഠാനങ്ങളുണ്ട്, കുറെ ചടങ്ങുകളുണ്ട്, അത് മാത്രമേ അറിയാവുന്നുള്ളൂ. കുറച്ചുകൂടെ മുതിർന്ന് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൽ മതം എന്ന ഏതാണ് റിലീജിയൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് ഹിന്ദു എന്ന് ചേർക്കുന്നത് കൊണ്ട് ഹിന്ദു ആണെന്ന് അറിയാം. അതിൽ കൂടുതലൊന്നും ഹിന്ദുത്വത്തെക്കുറിച്ചോ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചിട്ടൊന്നും അറിയാത്തവളായിരുന്നു ഞാൻ. പിന്നീട് ഞാൻ ഗ്രാജുവേഷനോട് കൂടി കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നപ്പോഴത്തേക്ക് അവിടെ എനിക്ക് എൻ്റെ സഹപാഠികളായിട്ടുണ്ടായിരുന്നത് കൂടുതലും മുസ്ലിം പെൺകുട്ടികളായിരുന്നു. വളരെ കൗതുകമായിരുന്നു എനിക്ക് അവരെ കാണുമ്പോൾ. തട്ടമൊക്കെ ഇട്ട് നല്ല കാണാൻ ഒരു ഇമ്പം, ഇമ്പം, അവരിലേക്ക് അവരെന്തോ ആകർഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോട് കൂടുതൽ കൂടാൻ തുടങ്ങി. ഹിന്ദു പെൺകുട്ടികൾ കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ അടുപ്പം, പിന്നെ കൂടുതൽ റിസർവ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ കൂടുതൽ ആരോടും പരിചയപ്പെട്ടൊന്നും പോവില്ല, തൊട്ടടുത്തിരിക്കുന്നവരുമായിട്ടുള്ള അടുപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ തൊട്ടടുത്തിരുന്നുണ്ടായിരുന്നതെല്ലാം മുസ്ലിം പെൺകുട്ടികളായിരുന്നു. പിറകിലത്തെ ബെഞ്ചിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ. അങ്ങനെ ഈ മുസ്ലിം പെൺകുട്ടികളുമായിട്ടുള്ള അടുപ്പം, ഈ ഇടവേളകളിൽ അവരുമായിട്ടുള്ള സംഭാഷണമൊക്കെ റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭാഷണങ്ങളാണ്. അവർ സംസാരിക്കുക, അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മതത്തിൽ എങ്ങനെയാണ്, നിങ്ങളുടെ മതത്തിൽ എങ്ങനെയാണെന്ന് അവർക്ക് എന്നോട് ചോദിച്ചറിയാൻ ഒരുപാട് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരെന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ കുറേ ദൈവത്തിൽ വിശ്വസിക്കില്ലേ? അതെന്തിനാ അങ്ങനെ വിശ്വസിക്കുന്നേ? ഞങ്ങൾക്കൊരു ദൈവമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താ അങ്ങനെ ഒരു ദൈവമായിട്ടില്ലാത്തത്? അതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ എന്തിനാ കുങ്കുമം വെച്ച് നടക്കുന്നത്? കയ്യിൽ കുറേ, നിങ്ങൾ പുറത്തിറങ്ങിയാൽ കാണാമല്ലോ, നിങ്ങളുടെ ആൾക്കാർ കയ്യിൽ കുറേ ചരടൊക്കെ കെട്ടി നടക്കുമല്ലോ, അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? മന്ത്രിക്കലും പൂജിക്കലും എന്നൊക്കെ പറയുമല്ലോ. മരങ്ങൾക്ക് ചുറ്റും കല്ലുകൊണ്ട് കെട്ടുന്ന കാണാം, അതിലൊക്കെ കുറേ കളർ പൊടികളൊക്കെ ഇടുന്നത് കാണാമല്ലോ. പിന്നെ പശുക്കളുടെയൊക്കെ കഴുത്തിൽ പൂമാലയൊക്കെ ഇട്ട് അവരെ കുറേ പൂജിക്കുന്നതൊക്കെ കാണാമല്ലോ. അതിൻ്റെ ആവശ്യം എന്താ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും. ഞാൻ എന്തുത്തരം പറയാൻ? എനിക്കെന്തറിയാൻ? ആകെ കൂടെ അറിയാവുന്ന വീട്ടിൽ കാണുന്ന ചടങ്ങുകളും ഹോമങ്ങളും പൂജകളും മാത്രമേ എനിക്കറിയുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടുതൽ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. എന്നാൽ ഇവർ ചോദിച്ച്
എന്നെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവസാനം സൈകെട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ഈ ഏകദൈവം എന്നൊക്കെ പറയുമല്ലോ, എന്താ ഈ ഏകദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാ നിങ്ങൾ ആരാധിക്കുന്ന ആരെയാന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കും. അങ്ങനെ ഈ ചോദ്യോത്തരങ്ങളെല്ലാം, ഈ സംശയം തീർക്കലെല്ലാം അവരുടെ ആശയങ്ങൾ പതുക്കെ എന്നിലേക്ക് ഇൻജക്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേക്കും ഒരുപാട് വൈകിയിരുന്നു. ഇങ്ങനെ ഈ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ അറിവുകളെല്ലാം തന്നെ എന്നെ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയപ്പോൾ ഞാൻ പഠനവും പഠിപ്പിക്കലും അധ്യാപനവും ഒരുപോലെ നടത്തുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കോളേജിൽ പഠിക്കുകയും ചെയ്യും, അതേ കോളേജിൽ തന്നെ പഠിപ്പിക്കുകയും ചെയ്യും, വേറൊരു സ്കൂളിലും ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ പഠനവും പഠിപ്പിക്കലും ഒരുപോലെ കൊണ്ടു നടന്നിരുന്ന ഒരാൾ. ഞാൻ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന സ്കൂളെല്ലാം തന്നെ മുസ്ലിം മെജോറിറ്റി സ്കൂളുകളായിരുന്നു. അവിടെ ഭൂരിപക്ഷവും മുസ്ലിം കുട്ടികൾ തന്നെയാണ്, മുസ്ലിം മാനേജ്മെന്റാണ്, അധ്യാപകരും കൂടുതലും മുസ്ലിങ്ങൾ തന്നെയാണ്, ഉസ്താദുമാരായിട്ടും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഒരു പീരീഡ് ഉണ്ട്, GK എന്ന് പറയും, ജനറൽ നോളജ്. കേൾക്കുമ്പോൾ ജനറൽ നോളജൊക്കെ കൊടുക്കുന്ന ഒരു പീരീഡ് ആണെന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ജനറൽ നോളജിന്റെ സമയത്ത് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മദ്രസ ക്ലാസ് തന്നെ നൽകുമായിരുന്നു, ഖുറാനായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പലപ്പോഴും അത് എന്തുകൊണ്ട് എന്ന് അതിശയിച്ചു പോയിട്ടുണ്ട്. അപ്പോഴും പല അധ്യാപകന്മാരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മതത്തിന് നമ്മൾ ഈ ജനറൽ നോളജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് എന്ത് മനസ്സിലാവാനാണ്, അവർക്ക് പരീക്ഷയ്ക്കാവുമ്പോൾ എഴുതാനാവുമ്പോൾ മാത്രം പോരെ, അതുവരെ വെറുതെ പീരീഡ് എന്തിനാണ് നമ്മൾ കളയുന്നത്, അവർക്ക് അറിയാൻ മതപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു കൊടുക്കുകയല്ലേ നമ്മൾ വേണ്ടത് എന്നാ പറയുന്നത്. ഈ മദ്രസ ക്ലാസ് GK പീരീഡിൽ കൊടുക്കുന്ന മദ്രസ ക്ലാസ്സിൽ കമ്പൈൻഡ് ആണ്. അതല്ലാതെ രാവിലെ 9:30 വരെയുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും, മദ്രസ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിലും 8:30 മുതൽ 9:30 വരെ ഒരു മദ്രസ ക്ലാസ് നടക്കുന്നുണ്ട്. അത് മുസ്ലിം കുട്ടികൾക്ക് മാത്രമാണ്. പക്ഷേ ഈ GK പീരീഡുകളിൽ കൊടുക്കുന്നുള്ള മദ്രസ ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളിൽ മിക്സഡ് ആയിട്ടാണ് ഇരുത്തുന്നത്. അപ്പം അവിടെ ഹിന്ദു കുട്ടികളും അത് പഠിക്കുന്നുണ്ട്, അറബി ലിപികളൊക്കെ പഠിക്കുന്നുണ്ട്, അറബി ഭാഷയിൽ തന്നെ ഖുറാനും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ അവരുടെ മതത്തോടുള്ള ആ സമയത്ത്, അങ്ങനെ ഒരു കാലത്ത് ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചത്. ഞാൻ അവരോട് ചായ്വോടുകൂടിയായിരുന്നു. കാരണം അവർ മതത്തിന് ഇത്രയും ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നു, അവരുടെ ദൈവസങ്കല്പത്തിന് അവർ ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നു, അവർക്ക് അനുഷ്ഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം, അവരുടെ സ്പിരിച്വലായിട്ട് അവരുടെ കാര്യങ്ങൾ ഒരുപാട് അവർക്കറിയാം. പക്ഷെ ഒരു ഹിന്ദു ധർമ്മത്തിൽ ജനിച്ചിട്ട് ധർമ്മത്തെക്കുറിച്ചിട്ട്, ഹിന്ദു മതത്തെക്കുറിച്ചിട്ട്, ധർമ്മം എന്നുള്ള പദം തന്നെ ഉച്ചരിക്കുന്ന ഇവിടെ വന്നിട്ടാ, മതത്തെക്കുറിച്ചിട്ട് എനിക്ക് അറിയുന്നില്ല. ആകെ കൂടെ അറിയാവുന്നത് ഞാൻ ജനിച്ചു വളർന്ന ജാതി മാത്രമാണ്. ഈ അപകർഷതാബോധം, എന്റെ മതത്തെക്കുറിച്ച് എനിക്ക് അറിയുന്നില്ല, അറിയാനുള്ള വ്യവസ്ഥയുമില്ല, ആരോടും ചോദിക്കാൻ പറ്റില്ല. കാരണം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പണ്ടേ മുച്ചൂട് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം കുട്ടിക്കാലത്ത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, മധുർ വിഘ്നവിനായക ക്ഷേത്രം എന്ന് പറയും. ആ ക്ഷേത്രത്തിലെ വേദപഠന ക്ലാസ്സുകളുണ്ട്, വേദങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പൊ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ വേദം പഠിക്കാൻ പോയി അവിടെ ആ ക്ഷേത്രം ദർശനത്തിന് പോയ സമയത്ത് അവിടെ വേദം പഠിക്കുന്ന ആൺകുട്ടികൾ ഒരുപാടുണ്ട്. അങ്ങനെ അവർ മന്ത്രം ചൊല്ലുന്നതൊക്കെ കേൾക്കുമ്പോൾ വേദം പഠിക്കണം എന്നുള്ള ഒരു കൊതിയുണ്ടായിരുന്നു. ഞാനും പഠിച്ചോട്ടെ, എന്നെ ഇവിടെ ചേർത്തുവോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ജാതിയിലെ, ഞാൻ ജനിച്ചു വളർന്ന ജാതിയിലെ മുതിർന്ന ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യം, എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? പെൺകുട്ടികൾ മന്ത്രം പഠിക്കുവോ? പെൺകുട്ടികൾ വേദം പഠിക്കുകയെ? അത് എവിടുന്ന് പഠിച്ചതാണ്? ഇത് ആര് പറഞ്ഞു തന്നിട്ട് അങ്ങനത്തെ ഒന്നും വിചാരത്തിലേക്ക് പോകരുത്. അങ്ങനെയൊന്നുള്ള സംസാരം അത് പാടില്ല. ഇനി അബദ്ധത്തിൽ ഒരു ദിവസം എല്ലാവരും ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഈശ്വര സങ്കല്പത്തെയും ഈശ്വര പ്രതീകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരിക. ഒരിക്കൽ എന്റെ ചേട്ടൻ തന്നെ, മൂത്ത ചേട്ടൻ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് ശരണം വിളിയൊക്കെ കേൾക്കുമ്പോൾ ഒരു ആവേശ, കേൾക്കുമ്പോൾ ഒരു സുഖ. അന്നും ഞാൻ കുഞ്ഞാണ്. ഞാനും പറഞ്ഞു, എനിക്കും പോണം, എനിക്കും മാല ഇടണം. അപ്പോൾ ഉടനെ പറച്ചിലായി, അയ്യോ വാ പൊത്തി പിടിച്ചിട്ടാ, വാ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് പറയുക, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും പറയരുത്. കുഞ്ഞു മനസ്സാ. അപ്പൊ പേടിച്ചു പോയി, എന്തോ മഹാപാതകം ചെയ്ത പോലെയാണ് എന്നോട് അവർ പെരുമാറുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതൊക്കെ ഒരു യോഗമാണ്, അതങ്ങനെ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല. കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, ആ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് പോകാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവിടെ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ പോകാം. എന്നെ അങ്ങോട്ട് വരെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്നെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ചോദ്യത്തിനുള്ള മറുപടി കിട്ടുന്നില്ല. 1, 2 ഈശ്വര പ്രതീകങ്ങളെ കുറിച്ച് തന്നെ ഒരു ഭയമാണ്. അതിനുശേഷം ഞാൻ സ്വാമി അയ്യപ്പൻ കേൾക്കുമ്പോഴേ പേടി, എനിക്ക് മിണ്ടാൻ പേടി. അയ്യോ അയ്യപ്പന്റെ പേര് പോലും പറയാൻ പാടില്ലേ, പറഞ്ഞു വലിയ മഹാപരാധമായിപ്പോയോ?
പിന്നീടൊരിക്കൽ ഈ ഓം നമഃ ശിവായ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിമാരെയൊക്കെ മാതാ 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 എന്ന് വിളിക്കുന്നത് കേൾക്കാം. മാതാശ്രീ മാതാശ്രീ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാം. അപ്പം ഞാനൊരു സംശയം ചോദിച്ചു, പരമേശ്വരനെ പക്ഷെ അങ്ങനെയൊന്നും വിളിക്കില്ല, പിതാവെന്നൊന്നും വിളിക്കുന്ന അവിടെ കേൾക്കണില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പരമേശ്വരനെ പ്രഭു എന്ന് മാത്രം വിളിക്കുന്നത്, എന്തുകൊണ്ട് അച്ഛാന്ന് വിളിക്കില്ല, പിതാവെന്ന് വിളിക്കില്ല, എന്തുകൊണ്ട്? ഉടനെ അവിടെ അപ്പോൾ ആ പരിസരത്ത് ഒരു കുഗ്രാമമായിരുന്നു. ആ പരിസരത്തുള്ള വലിയ വെളിച്ചെത്താത്ത സ്ഥലമാണെന്നൊക്കെ പറയില്ലേ, ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടെങ്കിലും TV ഒന്നും വലിയ കാര്യമായിട്ട് എവിടെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലാണ് ആദ്യമായിട്ട് TV വരുന്നത്. അപ്പോൾ അവിടെ ഈ സീരിയൽ കാണാൻ രാത്രി 9 മണിയാകുമ്പോഴത്തേക്കുള്ള പെണ്ണുങ്ങളെല്ലാം തന്നെ വരും, എല്ലാ പെണ്ണുങ്ങളും വരും. അപ്പോൾ പെണ്ണുങ്ങൾ വന്നിട്ട് അതിലൊരു വയസ്സായിട്ടുള്ള ഒരു അമ്മ എന്നോട് ഇത് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് കന്നഡ മനസ്സിലാവും, തിരിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ മനസ്സിലാവും. ഞാനിത് അച്ഛനോട് ചോദിക്കുന്ന കേട്ടപ്പോൾ ഉടനെ എന്നോട് പറയേ, എന്തീ പറയുന്നത്, അമ്മ എന്ന് വിളിക്കുന്ന പോലെയല്ല, അച്ഛന്ന് വിളിക്കുമ്പോൾ അച്ഛൻ ഒന്നേ ഉണ്ടാവുള്ളൂ, അമ്മ എന്ന് ആരെയും വിളിക്കാം, അച്ഛൻ ഒന്നേ ഉള്ളൂ, അത് നമുക്ക് ജന്മം തരുന്ന അച്ഛനാ. എത്ര ലോ ലെവലിലായിട്ടാണ് ഈശ്വരനെ അവതരിപ്പിക്കുന്നത് നോക്കൂ. ഈശ്വരനെ കുറിച്ച് പറയുന്നു, അച്ഛൻ ഒന്നേ ഉള്ളൂ, അത് നമ്മൾക്ക് ജന്മം തരുന്ന, നമ്മളെ ജനിപ്പിക്കുന്ന അച്ഛൻ. അച്ഛനെ വിളിക്കാൻ പാടില്ല. അത് അന്നത്തെ ആ കുഞ്ഞു മനസ്സിലേക്കാണ് ഇവർ ഫീഡ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. എത്രമാത്രം പൊട്ടത്തരമാണ് ഈ ധാർമ്മികമായിട്ടുള്ള മേഖല, ആധ്യാത്മിക മേഖലയിൽ നമ്മുടെ സമൂഹം, ഹിന്ദു സമൂഹം, നമ്മളിത് ഉയർത്തിപ്പിടിക്കേണ്ടവരാണ്. നമുക്ക് മാത്രമായിട്ട് തന്നതൊന്നുമല്ല, നമ്മുടെ മാത്രം പേഴ്സണൽ സ്വത്തായിട്ട് തന്നതൊന്നുമല്ല ഈശ്വരൻ. എല്ലായിടത്തൊക്കെ എത്തിക്കാൻ തന്നൊരു ധർമ്മം, എല്ലായിടത്തൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ തന്ന വരവാണിത്. പക്ഷെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞു തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അച്ഛനെന്ന് വിളിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഇങ്ങനെയൊക്കെ കേട്ട് വളർന്ന ഞാൻ ഡിഗ്രി ലെവലിലേക്ക് എത്തുമ്പോൾ പക്വത വരുന്നൊക്കെ പറയാം, പക്ഷെ ഈ മേഖലയിൽ എനിക്ക് പക്വതയൊന്നും ഇല്ല, ആധ്യാത്മിക മേഖലയിൽ എനിക്ക് പക്വതയില്ല. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്തുത്തരം പറയണം? അതുപോലെ തെയ്യം കെട്ടിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ആന്തരികാർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഇതിലൊക്കെ സത്യമുണ്ടോ, ഇതിലൊക്കെ കാമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുശ്ചോദ്യം പാടില്ല. കുശ്ചോദ്യം എന്ന് പറഞ്ഞാൽ ചൂടുന്ന് ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ ഉള്ളതാണ്. കാരണം ഇത് കുറെ വർഷങ്ങളായിട്ട് പിന്തുടരുന്നുള്ളതാ. അത് ചോദിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നതൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണെന്നാ പറയുക. പെൺകുട്ടികൾക്ക് അത്രയ്ക്ക് അഹങ്കാരം പാടില്ല. അപ്പൊ പിന്നെന്താ വഴി? ആകെയുള്ള വഴി വാലും ചുറ്റി മിണ്ടാണ്ടിരിക്കുക. ഇങ്ങനെ അടിച്ചമർത്തി ചോദിക്കാനുള്ള വ്യഗ്രതയെ പോലും അടിച്ചമർത്തി ഉള്ളിൽ ഭയം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. പിന്നെ തമാശയാണ്, ഓരോ ചടങ്ങുകളും തമാശയാ. ഇപ്പൊ സാറ് ഇവിടെ ക്രിസ്തുമതത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ കുളിക്കാത്തവർ എന്നുള്ളൊരു പോർഷൻ എടുത്തിരുന്നു ഇല്ലേ? അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാസർഗോഡിന്റെ ഒരു പകുതി അപ്പുറം കർണാടകയോട് ബന്ധപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ള അവർ കുളിക്കില്ല എന്നാണ്. സത്യത്തിൽ നിങ്ങൾ വിചാരിക്കണ പോലെ ഞങ്ങൾ കുളിക്കാത്തവരൊന്നും അല്ല. അതിന്റെ അർത്ഥം ഇവിടെ നിങ്ങൾ തലയും കഴുകി ദേഹം കഴുകുമ്പോഴാണ് കുളിക്കുക എന്ന് പറയുക. ഞങ്ങളുടെ അവിടെ കുളിക്കുക പറഞ്ഞാൽ ദേഹം കഴുകലിനെ കുളിക്കുക എന്ന് പറയും. പിന്നെ തല കഴുകുക എന്നുള്ള സെപ്പറേറ്റ് പറയുന്നോണ്ടാണ്. തല ആഴ്ചയിൽ 2 ദിവസം മാത്രമേ അവിടെ കഴുകുള്ളൂ. അത് ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആശയ മലിനീകരണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു മലിനമാക്കപ്പെട്ട ഒരു സമ്പ്രദായം അത്. എന്നും കുളിക്കുക, എന്നും തല കുളിക്കുക എന്നുള്ള, പനി പിടിക്കും, അസുഖങ്ങൾ വരും, തലയിൽ പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഒരു നമ്മുടെ യഥാർത്ഥ കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല, അനുഷ്ഠാനമില്ല. എങ്ങനെ ഈശ്വരനെ ഉപാസിക്കണം ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ വളർന്നു വരിക. ഈ അന്ധവിശ്വാസങ്ങൾ ചിരിപ്പിക്കുന്ന 2 അനുഭവം പറയാം. ഞങ്ങളുടെ ബ്രാഹ്മണ സമുദായത്തിൽ നടക്കുന്ന 2 ചടങ്ങുകളെ കുറിച്ച് എടുത്ത് പറയാം. ഒന്ന്, ഈ പൂജ അതുപോലുള്ള ഹോമം കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ കുടുംബക്കാർ മാത്രം, ആ പാർട്ടി ഏത് വീട്ടിലാണോ ആ ചടങ്ങ് നടത്തുന്ന ആ വീട്ടിന്റെ അംഗങ്ങൾ മാത്രം, കെട്ടിച്ചു വിട്ടവർ അതിൽ ബാധകമാവുന്നില്ല, അതിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നവരും ആ വീട്ടിലെ അംഗങ്ങൾ മാത്രമായിട്ടുള്ളവര് ഒന്ന് നമസ്കരിച്ച് ഇങ്ങനെ ഇരിക്കണം. മുട്ടുകുത്തി നമ്മൾ നമസ്കരിക്കുക, നെറ്റിയും കുത്തി നമ്മൾ നമസ്കരിക്കും. ആ രീതിയിൽ നമസ്കരിച്ചിരിക്കണം. അപ്പൊ അവിടെ കുറച്ച് പുരോഹിതന്മാരുണ്ടാവും, അവര് കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലും. അതിന്റെ അർത്ഥം അവിടെ കൂടിയിരിക്കണ ഒറ്റൊരെണ്ണത്തിനും അറിയത്തില്ല. ഒരു എത്ര പ്രായമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രം അത് ഈശ്വരന്റെ കാര്യമാണ്, അത്രയേ ഉള്ളൂ. ഏത് ഈശ്വരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അറിയില്ല. ആ മന്ത്രത്തിൽ ഏത് ഈശ്വരന്റെ മഹത്വം പറയുന്നു അതും അറിയില്ല. പോട്ടെ,
എന്തിനോ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണത്. അത് തിളച്ചോണ്ടിരിക്കട്ടെ എന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള പുരോഹിതൻ, മെയിനായിട്ടുള്ള പുരോഹിതൻ കുറച്ച് കുങ്കുമത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച്, അതിന് മന്ത്രാക്ഷത എന്നാ പറയുക, ഈ അരി എടുത്ത് ഇങ്ങനെ തലകൂടെ ഇടും. അപ്പൊ ഈ അരിമണി ആരുടെയൊക്കെ തലയെ വീണിട്ടുണ്ടോ അവരൊന്നും അന്ന് വൈകുന്നേരം, അന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ തല കഴുകാം, അന്ന് തല കഴുകാൻ പാടില്ലെന്ന് കുളിക്കാത്തവർ. ഇനി വേറൊരു സന്ദർഭം പറയാം. സാറ് ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ഈ പണ്ട് മനുസ്മൃതിയിൽ പറഞ്ഞ പോലെ തന്നെ 8 തരം വിവാഹമാണ് മനുസ്മൃതിയിൽ പറഞ്ഞത്. ഈ ബ്രാഹ്മൺ സമൂഹത്തിൽ പണ്ട് ഇതുപോലെ 8 രീതിയിൽ, 8 തരത്തിലുള്ള വിവാഹമല്ല, 8ഓളം രീതിയിൽ വിവാഹ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. 8 അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതെല്ലാം ഇപ്പൊ ലോപിച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചുരുക്കിയിട്ടുണ്ട്. അത് ഇന്നത്തെ യുവതലമുറ കുറെയൊക്കെ അതിൽ പൈസ വാരിയെറിയുന്നത് കൊണ്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ വിവാഹ ചടങ്ങിന് മുമ്പ് ഒരു ദിവസം ഈ മഞ്ഞൾ കയ്യിൽ കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. നാന്തി എന്നൊക്കെ ഞങ്ങൾ പറയും കന്നഡ ഭാഷയിൽ. അപ്പം അതിന് സാർ അന്ന് പറഞ്ഞത് കാശിക്ക് പോകുന്ന ചടങ്ങാണ്. ഇതിന്റെ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പ്രായപൂർത്തിയായിട്ടുള്ള പയ്യൻ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, പെണ്ണ് കിട്ടാത്തതുകൊണ്ട്, കെട്ടിക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോവുകയാണ്. അപ്പൊ പിണങ്ങി കാശിക്കാ പോകുന്നത്. എനിക്ക് കല്യാണം വേണ്ട, നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കുന്നില്ല, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പിണങ്ങി കാശിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ കച്ചയൊക്കെ കൊടുത്ത് പിന്നെ പണ്ട് എപ്പോഴും ആരോ ചെയ്തതാണ് കേട്ടോ. അതിന്റെ ആ മഹാപാപം ഹവ്വ ചെയ്തതിന്റെ കുറ്റം ഇന്നും ക്രിസ്ത്യാനികൾ പേറുന്നുണ്ട്. അതുപോലെ തന്നെ ഏതോ ഒരു ബ്രാഹ്മണന് നേരം പോക്കിന് എന്തോ തോന്നി, അത് ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ്. ഒരു വടിയും ഉണ്ടാവും. ആ വടിയും പിടിച്ചിട്ട് കാശിക്ക് പോകാൻ നിൽക്കുക. ഒരു 2-3 ചുവട് അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഈ കല്യാണ പയ്യന്റെ അമ്മാവൻ എന്ന് പറയുമ്പോൾ പെണ്ണിന്റെ അച്ഛനല്ല, ആ പ്രതീക്ഷയൊന്നും വേണ്ട. പെണ്ണിന്റെ അച്ഛൻ അവിടെ വന്നു, ഇല്ലെങ്കിൽ ഈ അമ്മയുടെ മൂത്ത ആങ്ങളമാരോ ഇളയ ആങ്ങളമാരോ വന്നിട്ട് മോനെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് തടുക്കണം. എന്നിട്ട് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചേരാന്ന് പറയും. ഏത് മുറപ്പെണ്ണിനെ കെട്ടിച്ചേരാന്ന്. അപ്പോ ഈ പറയുന്ന ആളുടെ മോളായിരിക്കില്ല കല്യാണ പന്തലിൽ വന്ന് നിൽക്കുന്നത്. എന്നിട്ടും ഈ പ്രഹസനത്തിന്റെ ആവശ്യം എന്താന്ന്? അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ചടങ്ങുകളുള്ള കുറെ ചടങ്ങ്, അതിന് കുറെ കാശ് മുടക്കുക, അവന്റെ ആർഭാടം കാണിക്കാനുള്ള ഒരു സംഭവം മാത്രമാണ് ഇവർക്ക്. ഇതൊക്കെ കണ്ട് ഇതിനൊക്കെ ചോദ്യം ചെയ്യാനും പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രതികരണമാണ്. എന്തായാലും ഇവരെ തിരുത്താനോ പറ്റില്ല, ഇവരുടെ കാര്യങ്ങൾ അറിയാനും പറ്റില്ല. എന്നാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വരുമ്പോൾ എവിടുന്ന് വെളിച്ചം വീശുന്നുവോ ആ വശത്തേക്കായിരിക്കും ചെടികൾ വളരുക. സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്കായിരിക്കും ചെടികളുടെ വളർച്ച. അതുപോലെ തന്നെ എനിക്ക് സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരുന്നത് ഇസ്ലാം മതത്തിൽ നിന്നായിരുന്നു. ക്രിസ്തു മതം ആ പരിസരത്ത് എവിടെയും കൂടുതൽ ഇല്ലാത്തതുകൊണ്ടും അവരെ എനിക്ക് പരിചയപ്പെടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ രണ്ടും കൂടെ ആയിട്ട് എന്നെ ഏതെങ്കിലും പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകായിരുന്നിരിക്കാം. പക്ഷെ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് കൂടുതൽ അറിവ് കിട്ടാൻ തുടങ്ങി. പതുക്കെ ഇതിൽ ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി, ബിരിയാണിക്ക് രുചിയുണ്ട്. അങ്ങനെ അത് പഠിക്കാൻ തുടങ്ങി. ഇത് വിടണില്ല, ഇതിന്റെ ഹരം വിടണില്ല, ഹരം കൂടിക്കൂടി വരികയാണ്. പിന്നെ നരകവർണ്ണനയും കൂടി ആയപ്പോഴത്തേക്ക് തികഞ്ഞു. ഇനിയൊന്നും വേണ്ട. ഒന്നാമത് ഇരുട്ടത്ത് നടക്കാൻ പേടിയാ, അതിന്റെ കൂട്ടത്തിൽ നരകവർണ്ണനയും കൂടെ ആകുമ്പോഴത്തേക്ക് എന്റെ ദൈവം, ഇനി ഇവിടെയുള്ള ഈ പറയുന്ന ദൈവങ്ങളെയൊക്കെ ഞാൻ വിളിച്ചിട്ട് വേണം എന്നെ നരകത്തിൽ കൊണ്ടുപോയിട്ട് ഉള്ള ചലവും മൂത്രവും വിസർജ്യമൊക്കെ കുടിപ്പിച്ചിട്ട് എനിക്ക് വയ്യ, ഇത് മടുത്തു, ഇത് വേണ്ട, ആ വശത്തേക്ക് തന്നെ ചിന്തിക്കേണ്ട, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി. അങ്ങനെ പഠിച്ച് ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കൂടുതൽ ആവേശം വരികയാണ്. ഇവരാദ്യം എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരും എനിക്ക് ബ്രോഷേഴ്സ് തരുമായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്, പ്രാന്തുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ പ്രാന്ത് കൂട്ടാൻ ആൾക്കാരുണ്ടാവും. അതുപോലെ ആരൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ പിന്നെ രസമാണല്ലോ. അങ്ങനെ ഈ പ്രാന്ത് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു. അവർക്കും മതത്തിൽ കുറച്ച് നൊസ് കൂടുതലായിരുന്നു. നൊസ് എന്ന് പറഞ്ഞാൽ പ്രാന്ത്. അപ്പം അവര് കുറേശ്ശായിട്ട് ബ്രോഷറുകൾ, പിന്നെ CD ആയി. ബ്രോഷർ വായിച്ചപ്പോൾ ഒരു ഹരമായി. അപ്പം ഞാൻ പിന്നെ വീണ്ടും ബ്രോഷർ ചോദിക്കാൻ ചെന്നു. ബ്രോഷർ ചോദിച്ചപ്പോൾ അവർക്ക് ഇനി ബ്രോഷർ വേണ്ട, ബ്രോഷറിനങ്ങൾ കൂടി തന്നെ ആവാം. പിന്നെ പതുക്കെ പുസ്തകങ്ങളെക്കാളും കൂടുതൽ വീര്യമുള്ള ഓഡിയോ തരാൻ തുടങ്ങി. ഇപ്പൊ പ്രഭാഷണം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നീളുന്ന മതപ്രഭാഷണങ്ങൾ മെമ്മറി കാർഡിലാക്കി തരാൻ തുടങ്ങി. ഇത് രാത്രി കുത്തിയിരുന്ന് കേൾക്കലാണ്.
ഏറ്റവും കൂടുതൽ ഞാൻ 2 പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളാണ് കേട്ടിരുന്നത്. ആ പേരിവിടെ സൂചിപ്പിക്കണോ? നൌഷാദ് ബാക്കവി, അതുപോലെ തന്നെ കബീർ ബാക്കവി. ഇവർ 2 പേരുടെ പ്രഭാഷണങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. വളരെ വിദഗ്ധന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കും നീചമായിട്ടുള്ള, നിന്ദ്യമായിട്ടുള്ള, അവഗണിക്കപ്പെടേണ്ട ഇതുപോലൊരു മതത്തെ നല്ല കളർഫുള്ളായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന വേറെ ആൾക്കാരുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എനിക്കറിയില്ല. അത്രയ്ക്കും വിദഗ്ധമായിട്ടാണ് ഇവർ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് അവരുടെ പ്രഭാഷണം കേട്ടുമ്പോൾ എനിക്ക് തന്നെ ഇതെന്ത് ഫൂളിഷ്നെസ് ആണെന്ന് തോന്നാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള പ്രഭാഷണങ്ങളാണ് എൻ്റെ സഹപ്രവർത്തകർ തരിക. അതിലേറ്റവും കൂടുതൽ ഞാൻ കേട്ടിരുന്നത് ഇസ്ലാമിലെ സ്ത്രീ സങ്കല്പം എന്നുള്ള പ്രഭാഷണമായിരുന്നു ഞാൻ കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. പർദ്ദയിട്ട് വരുമ്പോൾ സ്ത്രീക്കുള്ള സംരക്ഷണത്തെക്കുറിച്ച് ഇവർ വർണ്ണിക്കുന്ന വർണ്ണനകളൊക്കെ കേട്ട് ഞാനാകെ മുഹമ്മദിലങ്ങ് മതിമറന്നുപോയി. ഒരു ഭയങ്കര ഫാനായിപ്പോയി. സഹിക്കാൻ പറ്റില്ല. മുഹമ്മദിനെ കാണണം എന്നുള്ള ഭ്രാന്തായിപ്പോയി. മുഹമ്മദ് ഇത്രയ്ക്കും ശ്രേഷ്ഠനായി, സ്ത്രീകൾക്ക് ഇത്രയും സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചിരുന്ന ഈ മുത്ത് നബിയെ കാണാൻ എനിക്ക് കഴിയണം. ഈ മുത്ത് നബിയെ പോലുള്ള നബിമാരെ കാണണമെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം. സ്വർഗത്തിലേക്ക് എത്തിയാൽ എനിക്ക് മുത്ത് നബിയെ കാണാം, ഫാത്തിമുമ്മാനെ കാണാം, ആയിഷത്തായെ കാണാം, എല്ലാരെയും കാണാം. അതിന്റെ അപ്പുറം തന്നെ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും കിട്ടും. ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഹാർഡ് വർക്കാ, ഭയങ്കരമായിട്ട് അങ്ങ് ഹാർഡ് വർക്കായിരുന്നു. എന്താണ് ഹാർഡ് വർക്ക് എന്നറിയാമോ? 33 മണികളുള്ള ദസ്മമാല ഞാൻ തന്നെ ഉണ്ടാക്കി. ഒരു മാല പൊട്ടിച്ചിട്ട് അതിന്റെ 33 മണികൾ എടുത്തിട്ട് ദസ്മമാല ഉണ്ടാക്കി. കുത്തിയിരുന്ന് പിന്നെ ജപിക്കലാണ്. എന്താണെന്നറിയാവോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് എന്റെ ബാക്കിയുണ്ട് കേട്ടോ. പക്ഷെ അതിപ്പോ ഓർക്കണില്ല, വർഷം കുറേയായി. ഇത് പറയലാണ് പണി. രാത്രി കുത്തിയിരുന്ന് 12 മണി വരെ കുത്തിയിരുന്ന് ഇത് തന്നെയാണ് ജപിക്കല്. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 313 റൗണ്ട് സ്വലാത്ത് ചൊല്ലണം. നീണ്ട 2-4 വരിയുള്ള സ്വലാത്ത് 313 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 3 ദിവസം അടുപ്പിച്ച് ചൊല്ലണം. ഇത് എന്നോടൊരു ഇവരുടെ ഒരു ആളുണ്ടല്ലോ മന്ത്രവാദമൊക്കെ ചെയ്യണ ഒരു തങ്ങളാണ് ഇത് പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് എനിക്ക് പരിചയപ്പെട്ടൊരു തങ്ങളുണ്ട്. അപ്പോൾ ഇവര് ഇസ്ലാം മതത്തിനോട് താല്പര്യമുള്ള ആൾക്കാർ വരുമ്പോൾ ഇവരുടെ പെരുമാറ്റമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് 2 വ്യത്യാസമുള്ളതും ഞാൻ പറയാം. ഈ തങ്ങളിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുമ്പോൾ ഇവര് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ മതത്തിൽ വലിയ ഇതുള്ള ആളാണ്. അപ്പൊ ആ തങ്ങളുടെ അടുത്ത് പോകുമ്പോൾ വിനയം ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം വനിത എങ്ങനെയാവണോ ആ രീതിയിൽ തന്നെ പെരുമാറിയാലേ പറ്റുള്ളൂ. നിങ്ങൾ ഹിന്ദുക്കളെ പോലെ ആവരുത്. എന്റെ ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് തട്ടമിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല. ഈ തങ്ങളെ ഞാൻ പരിചയപ്പെടുമ്പോഴത്തേക്ക് ഞാൻ ഇസ്ലാം മതത്തിൽ ഒരുപാടങ്ങ് ഭ്രമിച്ചു പോയി കഴിഞ്ഞിരുന്നു. തട്ടമിടില്ല, പിന്നെ പർദ്ദയും ഇടില്ല. ഈ 2 കുറവുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് ഒരു മുസ്ലിം വനിതയെ പോലെ പൊട്ടുകുത്തില്ല, ഒരു ഐബ്രോസ് എടുക്കില്ല, നഖം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത് കുഴിയാണ്. ഓരോ കുഴി കുത്തിയിട്ട് അതിനകത്ത് നഖം വെട്ടുന്തോറും അതിനകത്തിട്ട് കുഴിച്ചു മൂടല. ഇതൊക്കെയാണ് പണി. അപ്പൊ അമ്മ ഇതൊക്കെ കാണുന്നുണ്ട്. അമ്മ ചിന്തിക്കും, ഇവക്ക് എന്ത് ഭ്രാന്താണ് ഇതായത്? അത്രയും കാലം ഇല്ലാത്ത ഭ്രാന്താണ്. ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് കുഴി കുത്തണം, അതിൽ നഖം എന്തൊക്കെയോ കൊണ്ടുപോയിട്ടിടണ്, കുഴി മൂടണു. പിന്നെ നോക്കുമ്പോൾ പൈപ്പിന്റെ ചോട്ടിലായത് നേരം ഒരു 4-5 പ്രാവശ്യം പൈപ്പിന്റെ ചോട്ടിൽ പോകും. എന്നിട്ട് കാലും മുഖവും ചെവിയും മൂക്കും ഒക്കെ കഴുകും. രാവിലെ കുളിക്കും, വൈകിട്ട് കുളിയൊന്നും കാണില്ല. പക്ഷെ എന്നാലും പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് എഴുന്നേക്കാൻ നേരമില്ല. എന്താ ഇവള് ചെയ്യണേ? കയ്യും കാലും ഒക്കെ കഴുകും, ഓടിപ്പോവും, റൂമിനകത്ത് കുറ്റിയിടും. പിന്നെ കുറെ നേരത്തേക്ക് അവളെ കാണില്ല, ഒരു മിണ്ടാട്ടവും ഇല്ല, എന്തും കേൾക്കില്ല. അമ്മ കാതൂർപ്പിച്ചവരെ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും അവൾ അവിടെ അതിന്റെ അകത്തും പറയുന്നുണ്ടോ? അതുപോലും ഇല്ല. എന്താ സംഭവം എന്നറിയാമോ? ഒതു കൊടുത്തിട്ട് പോയിട്ട് നിസ്കരിക്കണതാ. അപ്പൊ നിസ്കരിക്കാൻ അതിനേക്കാളും കഷ്ടപ്പാടാ. ഈ തങ്ങളിനെ കണ്ടതിന് ശേഷം നിസ്കാരത്തിന്റെ ഭ്രാന്ത് കൂടിയിട്ടുണ്ട് എനിക്ക്. ഈ ആദ്യം തങ്ങളിനെ കണ്ട സന്ദർഭം പറയാം. തങ്ങളുടെ അടുത്ത് പോവേ സാരിയുടെ ഇത് പർദ്ദയൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സാരിയുടെ തെല്ലിങ്ങനെ ഇട്ടിട്ട് തലയും കുനിച്ചാ പോകുന്നത്, മുഖത്ത് വെക്കാൻ പാടില്ല. അപ്പൊ അവിടെ എത്തിയപ്പോ അന്യപുരുഷന്റെ മുഖത്ത് വെക്കാൻ പാടില്ലെന്നാ. ആകെ കൂടെ കാണിക്കാവുന്നത് നമുക്ക് ജന്മം തന്ന അച്ഛന്റെ മുമ്പിൽ, അത് മുസ്ലിം ആണെങ്കിൽ. മുസ്ലിം അല്ലെങ്കിൽ അച്ഛന്റെ അമുസ്ലിം ആണെങ്കിൽ കാണിക്കാൻ പാടില്ല. പിന്നെ കാണിക്കാവുന്ന ഭർത്താവിന്റെ മുമ്പിൽ. സഹോദരന്മാരുടെ മുമ്പിൽ പോലും പരിധിയുണ്ടെന്നാണ് എനിക്ക് പഠിപ്പിച്ചു തന്നിരുന്നത്. അങ്ങനെ തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ അന്യ പുരുഷന്റെ മുമ്പിൽ മുഖം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തല കുമ്പിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ അറിയാ
മൊഞ്ചത്തി മോളൊന്ന് മുഖം നോക്കട്ടെ, ഈ മൊഞ്ചത്തി മോളുടെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച നല്ല വയസ്സുള്ള ഒരുപാട് ഏജ് ആയിട്ടുള്ള ഒരാളായിരിക്കും, ഒരു ഉപ്പപ്പ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് വലിയ വയസ്സൊന്നും ആയിട്ടില്ല. പിന്നെ അപ്പൊ അന്ന് ഞാൻ ഇതിന്റെ റോങ് സെൻസ് മനസ്സിലാക്കിയിട്ടില്ല ഈ മൊഞ്ചത്തി മോളുടെ. അന്ന് ഞാൻ വിചാരിച്ചു മതത്തിലേക്ക്, നമ്മുടെ പുന്നാര ദീനിലേക്ക് വരുന്ന ഒരാളല്ലേ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ബർക്കത്തുള്ള മുഖമാണ്, ഇത് ഇസ്ലാമിലേക്ക് തന്നെ വേണ്ടിയിട്ട് ജനിച്ച കൊച്ചാണ് നീ എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ വീട്ടില് ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട്. അച്ഛൻ പറയുന്ന പോലെ കേൾക്കില്ല, അമ്മ പറയുന്ന പോലെ കേൾക്കില്ല. കാരണം ഇസ്ലാം മതത്തിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ എഗെയിൻസ്റ്റ് ആയിരുന്നു, എൻറ്റയർലി എഗെയിൻസ്റ്റ് ആയിരുന്നു, ഹിന്ദു മതത്തിന് എഗെയിൻസ്റ്റ് ആയി. അപ്പോ ഇങ്ങനെയുള്ള പെരുമാറ്റം കൊണ്ട് തന്നെ വീട്ടിൽ പല ക്ലാഷസും വരുമായിരുന്നു. ഇത് ഞാൻ അവരോട് പറഞ്ഞു, ഈ തങ്ങളോട് പറഞ്ഞപ്പോ ഇദ്ദേഹം അത് വളരെ വിദഗ്ധമായിട്ട് മുതലെടുത്തുകൊണ്ട് ഒരു കിതാബ്, ആ കിതാബിനകത്തുള്ള നമ്പറുകളൊക്കെ തൊടാൻ പറഞ്ഞു. ആ നമ്പരൊക്കെ തൊട്ടു. വളരെ വലിയൊരു അപകടം വരാൻ പോണെയാണ്, ദീനിലുള്ള കുട്ടികൾ അങ്ങനെയുള്ള വീട്ടിൽ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് തന്നെ പോകണം, എത്രയും പെട്ടെന്ന് ദീനിലേക്ക് പോകുന്നതായിരിക്കും, ദീനിൽ തന്നെ ജീവിക്കുന്നതായിരിക്കും മോൾക്ക് നല്ലത് എന്നൊക്കെയുള്ള രീതിയിൽ എന്നെ കുറെ ഉപദേശിച്ചു. ഇതും കൂടി പിന്നെ എന്നും നിസ്കാരം ചെയ്യണം, രാത്രിയിൽ പറ്റുമെങ്കിൽ പരമാവധി തൗബ നിസ്കരിക്കണം, ചെയ്ത തെറ്റുകൾ. പിന്നെ ഈ ഇതുപോലുള്ള കാഫറുകളുടെ കൂടെ നിൽക്കുക, അവർ തരുന്നതൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പാപമാണ്, അതിന് തൗബ നിസ്കാരമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനുള്ള തയ്യാറുമായി. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം ഇസ്ലാം മതത്തിനോട് ചായ്വുള്ള ഒരാൾക്ക് എന്തായാലും ഇപ്പൊ തന്നെ ജ്യോത്സ്യരം എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടുന്ന ഹിന്ദുക്കളുണ്ട്. അതുപോലെ തന്നെ അതിനോടൊരു ആകർഷണം വന്നു. അങ്ങനെ നിസ്കാരം കൂടി വീട്ടില് ആദ്യത്തെ വെളുപ്പാൻ കാലത്തെ നിസ്കാരം മാത്രം ചെയ്യില്ല, ബാക്കിയുള്ളതൊക്കെ കണക്കായിട്ട് ചെയ്യും, കറക്റ്റായിട്ട് ചെയ്യും. രാവിലത്തെ ആ നിസ്കാരം കടമായിട്ടുള്ളതും കടം വീട്ടിൽ തന്നെ ചെയ്യും. ഇങ്ങനെ നിസ്കാരം തുടങ്ങി. നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു സ്കാർഫ് റെഡിയാക്കി. പർദ്ദയൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, നിസ്കാര കുപ്പായൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ലോങ് ആയിട്ടുള്ള സ്കാർഫ് ഉണ്ടാക്കി. ഭയങ്കര പേടിയാണ് നിസ്കാരത്തിന്. അതിനും കുറെ നൂലാമലകളാ. എങ്ങാനും ഒരു മുടിനാര് അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് നെജിസ, പിന്നെ ആ തുണി മാറ്റിയിട്ട് വേറെ തുണി കൊണ്ടിടണം. ഇത് തന്നെ സംഘടിപ്പിക്കണം, വളരെ കഷ്ടപ്പെട്ടിട്ടാ. ഇത് തന്നെ സംഘടിപ്പിക്കണം, മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, തെറ്റായിട്ട് ചിന്തിക്കുന്നത് പോലെ അവിടെ കണ്ടോണ്ടിരിക്കുക. അത് ചിന്തിക്കാനും പറ്റില്ല, ബാത്റൂമിൽ പോകാനും പറ്റില്ല. ഇടയ്ക്കൊന്ന് മുഖം കഴുകാൻ പോകണമെങ്കിൽ അറിയാതെ എങ്ങാണ്ട് കയറുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഇത് പറഞ്ഞില്ലെങ്കിൽ അവിടെ ശൈത്താന്റെ പ്രശ്നമാണ്. രാത്രി നട്ടപ്പാതിരാത്രി നമ്മൾ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഒന്ന് ചുമച്ചിട്ടും ഒന്ന് ഡോറിലേക്ക് മുട്ടിയിട്ടും വേണം അകത്തോട്ട് കയറാനെന്നാണ് നബി പഠിപ്പിക്കുന്നത്. നബി കയറാൻ നേരത്തെ അതിന്റെ അകത്ത് ആരോ കയറി കുത്തിരുന്നിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായത്. ഇത് ഹദീസുകളിൽ നിന്നുള്ള കഥകളിൽ നിന്ന് വായിച്ചതിന്റെ ഫലത്തില് രാത്രി കയറാൻ നേരത്ത് ഡോറിൽ മുട്ടുക, ബാത്റൂമിന്റെ ഡോറിൽ മുട്ടുക, അതിന് ഒന്ന് ചുമയ്ക്കുക, ചുമയില്ലെങ്കിലും ചുമയ്ക്കുക. ഞാൻ ചുമയ്ക്കുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവരുടെ ഉറക്കം പോകും. ചുമയില്ലാത്ത നീ എന്തിനാ ചുമയ്ക്കണേ എന്നും പറഞ്ഞിട്ടായിരിക്കും അതിന്റെ പൂരം. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ. അതിന്റെ പേരിൽ വാഗ്വാദങ്ങൾ. എവിടം വരെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതം എന്നിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ മനസ്സിൽ തെറിയാ വിളിക്കുക, കാഫിറായതുകൊണ്ട്. ഈ മനുഷ്യൻ കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ജാതിയിൽ ജനിക്കാൻ കാരണം. എന്റെ അമ്മയാണെങ്കിലോ, അമ്മ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പണ്ട് അമ്മയുടെ സാരിത്തുമ്പിൽ നിന്ന് മാറി നിൽക്കാത്ത ആ സാരിത്തുമ്പും പിടിച്ച് നടന്നിരുന്ന ഒരു പെങ്കൊച്ചാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ അമ്മയെ കാണുമ്പോൾ തന്നെ കലിയാണ്. നിങ്ങളുടെ ദൈവത്തിന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ചാവും. എന്നെ എന്റെ പിന്നാലെ വരരുത്, എനിക്ക് എന്റെ വിശ്വാസമുണ്ട്, എന്റെ വിശ്വാസം എനിക്ക്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക്, ഇങ്ങനെ പറയും. ഒരു ദിവസം എന്തോ ഒരു തെറ്റ് ചെയ്തു, എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയി, അള്ളാഹുവിൽ നിന്ന് ശിക്ഷ കിട്ടുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ആകെ ശ്വാസം മുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ എന്റെ അമ്മ ആദ്യമായിട്ട് എന്റെ അമ്മ അതുപോലെ എന്നെ കാണുന്നത്. ഭയങ്കര വയലൻസ് ആയിരുന്നു. എന്തിനാ നീ ഇങ്ങനെ ആവണം, എന്തിനാ നീ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത് വന്നപ്പോ കൈ നീട്ടി എന്നെ പ്രസവിച്ച എന്റെ അമ്മയുടെ, ഏതൊരു അമ്മയാണോ എന്നെ 9 മാസം ഈ ഭാരം ഉണ്ടല്ലോ, ഈ മനുഷ്യ ശരീരത്തെ വയറ്റിലേറ്റ് നടന്നത്, ആ അമ്മയുടെ അതേ വയറ്റിലേക്ക് ആഞ്ഞൊരടിയ. എന്തോ അന്ന് എന്റെ തലയ്ക്കകത്ത് കയറിയിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി എന്റെ കാല് മടക്കി തൊഴിക്കാൻ എന്നെ പ്രേരിപ്പിച്ചില്ല. ഇല്ലെന്നെങ്കിൽ ഞാൻ അതും പോലും ചെയ്തേനായിരുന്നു. പക്ഷെ അമ്മ അടിച്ചു.
അന്നു മുതൽ അതിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ ഭ്രാന്ത്. എന്നെ ഇവർ നിർബന്ധിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകും. നിർബന്ധിച്ച് എന്നിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതോറും ഇവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകുമ്പോൾ ഇതിനും അച്ഛനോടും ചേട്ടനോടും അമ്മയോടൊക്കെ തർക്കമോ, എന്തിനും അവരുടെ വഴക്കാണ്. അതുവരെ പേടിച്ചരണ്ട് മാറി നിരുന്ന ശ്രുതിയല്ല അപ്പോ പൂർണ്ണമായിട്ടും മാറി എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് എനിക്ക് ധൈര്യം വന്നതെന്ന് ഞാൻ പോലും അത്ഭുതപ്പെടുന്ന പോലുള്ള മാറ്റമായിരുന്നു. എന്തിനും കയർക്കും, ഏറി വന്ന അടിക്കുമായിരിക്കും. ഞാൻ അടിക്ക് വേണ്ടി തന്നെ കാത്തിരുന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? അള്ളാഹുവിന്റെ ദീനിനെ പരത്തണമെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എനിക്കൊരു അവസരം വേണം. ആ അവസരം വേണമെങ്കിൽ ഇവരെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാമോ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യിക്കുക, ഈ കാഫിറുകളുടെ ഇടയിൽ നിന്ന് പോവുക. ഇതായിരുന്നു എന്റെ ലക്ഷ്യം. ഇതെല്ലാം ഇവരുടെ മതപ്രബോധനത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ്. ഇതെല്ലാം എന്നിൽ ഇങ്ങനെ കയറി ഒരു ജിഹാദ് മൈൻഡ് തന്നെ വരാൻ തുടങ്ങി. അമ്പലത്തിൽ കയറി കഴിഞ്ഞ് എൻ്റെ അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നത് ബജക്കൂടിൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രമാണ്. മഹാലിംഗേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വരന്റെ തന്നെ ക്ഷേത്രമാണ്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടില് മഹാലിംഗേശ്വരന്റെ അമ്പലം തന്നെയാണ്. സത്യത്തിൽ ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിറ്റിങ്ങോട്ട് വന്നപ്പോൾ പരമേശ്വരന്റെ മണ്ണിൽ നിന്ന് പരമേശ്വരനെ ആരാധിക്കുന്ന മറ്റൊരു നാട്ടിലേക്ക് തന്നെ ചേക്കേറിയായിരുന്നു. ഇതിനൊക്കെ ഒരു നിമിത്തം എന്നൊക്കെയുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നെ ആ നാട്ടിൽ കൊണ്ടുപോയപ്പോൾ, എന്റെ പഴയ നാട്ടില്, ഞാൻ ജനിച്ചു വളർന്ന നാട്ടില് ഞാൻ എന്നും പോകുമായിരുന്ന, ഞാൻ കൂടുതൽ പരീക്ഷാ സന്ദർഭങ്ങളിൽ കൂടുതൽ വിശ്വാസത്തോടു കൂടി പോകുമായിരുന്ന ആ അമ്പലത്തിൽ എന്നെ കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ശിവലിംഗത്തെ നോക്കിയിട്ട് വിളിക്കാത്ത തെറിയില്ല. ഒരു സൈത്താനെ, ഒരു ഇബ്ലീസിനെ എങ്ങനെയൊക്കെ ചീത്ത വിളിച്ച് ഓടിക്കാമോ അതുപോലെ ഞാൻ ഓടിക്കുമായിരുന്നു. കൈകൂപ്പി തൊഴാൻ പറയുമ്പോൾ നിന്റെ മുമ്പിൽ തൊഴാൻ വന്നില്ലേ, തൊഴുതു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ എനിക്ക്. ഇനി മുമ്പോട്ട് പോവില്ല. ഇനി ഞാൻ നിന്റെ മുമ്പിൽ തൊഴുതു നിൽക്കില്ല. നീ വെറും കല്ലാണ്, നീ ചീത്ത സാധനമാ, നിന്റെ മുമ്പിൽ എനിക്ക് തൊഴണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളെപ്പോലെ സ്ത്രീകൾക്ക് നാണമില്ലേ? നിങ്ങളുടെ മതത്തിലെ സ്ത്രീകൾക്ക് നാണമില്ലേ? പുരുഷന്മാരുടെ അതിനെ ആരാധിക്കാനല്ലേ നിങ്ങൾ ഈ അമ്പലത്തിന് വരുന്നത്? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കഥകൾ. അതിനെയല്ലേ നിങ്ങൾ ഈ ലിംഗാരാധനയെന്നും പറഞ്ഞിട്ട് പുകഴ്ത്തി നടക്കുന്ന നിങ്ങൾ അതിനല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നാൽ പോരെ? നിങ്ങൾക്ക് ഭർത്താക്കന്മാരുള്ളതല്ലേ? അവിടെ തന്നെ ആ ഭർത്താവിന് വലം വെച്ചാൽ പോരെ? ഇതൊക്കെ ഞാൻ പ്രയോഗിച്ച വാക്കുകളാണ്. ഇത്രയ്ക്കും നിന്ദ്യമായിട്ടുള്ള വാക്കുകൾ ഞാൻ പ്രയോഗിച്ചിരുന്നു എന്റെ ജീവിതത്തിൽ. ഞാൻ ഇങ്ങനെ അവിടെ വെച്ച് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പുറം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന നാട്ടില് അമ്പലത്തില് അന്ന് എന്റെ ചേട്ടന്റെ കല്യാണ ദിവസമായിരുന്നു. താലികെട്ടിന്റെ ആ ഒരു മുഹൂർത്തം തെറ്റിപ്പോയപ്പോൾ ഒരു ക്ഷമാപണത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലിരുന്നൊന്ന് തൊഴുത് ക്ഷമ ചോദിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ എന്റെ അവസാനത്തെ ക്ഷേത്ര ദർശനം അത്. എന്റെ ആ ഇസ്ലാം മതം തുടങ്ങിയതിന് ശേഷം ഞാൻ ആ അമ്പലത്തിലേക്ക് പോക്ക് കുറച്ചു. ആ സന്ദർഭം വരെ എന്റെ അവസാനത്തെ ക്ഷേത്ര ദർശനമായിരുന്നു. അവിടെ ഞാൻ ആ പരമേശ്വരന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. അത്രയ്ക്കും ഇവിടെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളല്ല. അത്രയ്ക്കും നിന്ദ്യമായിട്ട്, നീചമായിട്ട് അന്ന് ഞാൻ അവിടെ പരമേശ്വരനോട് പറഞ്ഞത്, ഇനി ഒരിക്കലും നിന്റെ മുമ്പിൽ നീ തന്നെയാ വിളിച്ചിരുന്നു, നിന്റെ മുമ്പിൽ തൊഴുതു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന ഈ നീചന്മാരുടെ ഇടയിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും ഞാൻ രക്ഷിക്കും, എന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും. ഇവരുടെ തെറ്റിദ്ധാരണ നീക്കി, നീ അല്ല ദൈവം, നിന്നെ പോലുള്ളവരല്ല ദൈവം, യഥാർത്ഥ ദൈവം എന്താണെന്നുള്ളത്, യഥാർത്ഥ ദൈവം അള്ളാഹു ആണ്, ഏകനായ അള്ളാഹു ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് മാറ്റിയെടുക്കും എന്ന വാശിയോടുകൂടി അന്ന് അവിടെ കൈകൂപ്പി നിന്നിട്ടുണ്ട് അഭിനയത്താൽ. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു തരത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരുമാതിരി കാഫറുകളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട്, അമുസ്ലിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർ തരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അമ്മയെ കാണുമ്പോൾ തന്നെ ദേഷ്യം, അച്ഛനെ കാണുമ്പോൾ തന്നെ ദേഷ്യം. ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല. എനിക്ക് തട്ടുകൂടാതെ പർദ്ദ ധരിക്കാതെ യഥാർത്ഥ മുസ്ലിം വനിതയായിട്ട് ജീവിക്കാനാവില്ല. ഞാൻ ഇനി എത്രയൊക്കെ നിയമങ്ങൾ, എത്രയൊക്കെ നോമ്പുകൾ എടുത്താൽ പോലും എന്നെ കൊണ്ടാവില്ല. ഇനി ഞാൻ ഇസ്ലാം മതത്തെ ഇങ്ങനെ നിന്നുകൊണ്ട് എനിക്ക് പ്രചരിപ്പിക്കാനാവില്ല. ഇസ്ലാം മതം പ്രചരിപ്പിക്കണം, ദീനിലേക്ക് കൊണ്ടുവരണം. കാരണം ഞാൻ പഠിച്ചിട്ടുള്ളത്, ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ 100 തവണ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയുണ്ടെന്ന, കൂലിക്ക് വേണ്ടി, സ്വർഗത്തിലേക്ക് പോകാൻ കൂലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എനിക്ക് ഒരാളെ മാറ്റിയെടുക്കണം. എന്നെ കൊണ്ട് ഹജ്ജിന് പോയിട്ട് വരാനുള്ള അത്രയൊന്നും കൈമണിയൊന്നും എൻ്റെ കയ്യിലില്ല, കാശൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പൊ എനിക്ക് ചെയ്യാവുന്ന ആകെ കൂടെയുള്ള വഴി മതം പഠിപ്പിച്ചു കൊടുക്കുക, മതം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നെറ്റിൽ സെർച്ച് ചെയ്തു.
സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അവിടെയുള്ള തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ഒരു ദിവസം ആരും കാണാതെ വെളുപ്പാങ്കാലത്ത് പോയിട്ട് അവിടെ പള്ളി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കടലാസം സംഘടിപ്പിച്ചു. ആരോടും പറയരുതെന്ന് അദ്ദേഹത്തോടും പറഞ്ഞു. അവിടുന്ന് പിന്നെ ഒരു അഫിഡവിറ്റ് വേണം. അഫിഡവിറ്റിന് വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ടു പരിചയപ്പെട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം മതത്തെക്കുറിച്ചിട്ട് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഈ അഫിഡവിറ്റ് തരാനുള്ള റൈറ്റ് തൽക്കാലം ഇല്ല, പക്ഷേ വേറെ ആളെ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അരമണിക്കൂറോളം അദ്ദേഹവും സംസാരിച്ചു. അയാളും കുറെ മതത്തെക്കുറിച്ചിട്ട് പറഞ്ഞു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. ശരി, ഇതൊക്കെ കഴിഞ്ഞ് അഫിഡവിറ്റ് കിട്ടാനുള്ള കാലയളവൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ പ്രശ്നങ്ങൾ കൂടി വരാൻ തുടങ്ങി. പിന്നെ ഇവിടെ നിന്നാ ശരിയാവില്ല. ഒരു ദിവസം അങ്ങ് പോയി. ഒരു ബന്ധു വീട്ടിലേക്കാണ് പോകുന്നത്. എന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് വിളിക്കണ്ട, എനിക്ക് കുറച്ച് മനസമാധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു, ബന്ധു വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ വിട്ടത് പൊന്നാനിയിലേക്കായിരുന്നു. പൊന്നാനി, മലപ്പുറം ഇതൊക്കെ നെറ്റിൽ കണ്ടിട്ടുള്ള പരിചയമല്ലാതെ അവിടുത്തെ ആൾക്കാരുമായിട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമോ എനിക്കറിയില്ല. കൂടുതൽ ഞാൻ എവിടെയും യാത്ര ചെയ്തിട്ടുള്ളവളല്ല. ഈ ഇസ്ലാം മതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് കൂടുതലെങ്കിലും ഞാൻ ഇതുപോലുള്ള മുസ്ലിം സുഹൃത്തുക്കളെ കാണാനൊക്കെയുള്ള യാത്ര തുടങ്ങിയത് പോലും. അതിനു മുൻപ് ഞാൻ കൂടുതലെങ്ങും അച്ഛനും അമ്മയും വിട്ട് നിന്നൊരാളുമല്ല. ആരെയും അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപരിചിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് പിന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഒരു കൂസലും ഇല്ലാതെ, ഒരു പരിചയവും ഇല്ലാത്ത ആ നാട്ടിൽ വൈകുന്നേരം രാത്രിയായിരുന്നു ഞാൻ അവിടെ എത്തിയത്, ഒരു 8 മണിയോടുകൂടി. ആ രാത്രി ചുറ്റിലും മുസ്ലിംസ് മാത്രമുള്ള ആ ഏരിയയിൽ തട്ടുവിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കണ്ടാൽ തന്നെ അറിയാം ഹിന്ദു പെൺകുട്ടിയാണ് ഇപ്പൊ അതിലെ കൂടെ പോകുന്നുള്ളതെന്നുള്ള അവർക്ക് കണ്ടാൽ മനസ്സിലാവും. അവർ പല സിഗ്നൽസും കൊടുക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, അവര് എന്നെ തെറ്റിദ്ധരിച്ചിട്ടാണോന്നറിയില്ല, അങ്ങനെയൊന്നും ഒറ്റയ്ക്ക് വന്നാലൊന്നും എടുക്കില്ല എന്ന്. ആ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. ഒറ്റയ്ക്ക് വന്നാൽ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പരിശുദ്ധമായൊരു ദീൻ സ്വീകരിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ, ഇസ്ലാമായി ജീവിക്കാൻ ആഗ്രഹിച്ചു വന്ന ഒരു പെൺകുട്ടിയെ ഈ രാത്രിയിൽ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയല്ല. നാളെ രാവിലെ വരെയെങ്കിലും എനിക്കൊരു ഷെൽട്ടർ തരാൻ പാടില്ലേ? ഞാൻ നാളെ രാവിലെ പോവാം. നിങ്ങൾക്ക് എന്നെ ഒറ്റയ്ക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേണ്ടുന്ന ആൾക്കാരുമായിട്ട് കൂട്ടിയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം. പക്ഷെ ഈ രാത്രി ഞാൻ എവിടെ പോകും? എന്നെ നിങ്ങൾ എങ്ങോട്ട് പറഞ്ഞു വിടുന്നു? ഇതാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ദീൻ? ഞാൻ വിശ്വസിക്കുന്ന ദീൻ ഇങ്ങനെയല്ല എന്നെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്തോ വിശ്വാസം വന്നിട്ടാണോ എന്നറിയില്ല, എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി പൊന്നാനി മൗനത്തുൽ ഇസ്ലാമിക സഭയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ മതം പഠിക്കുവാനായിട്ട് ജോയിൻ ചെയ്തു. എൻ്റെ എല്ലാ രേഖകളും കൈമാറി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും എൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊടുത്തു. അകത്തു കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചില്ല. അതൊക്കെ അവിടെ വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അകത്ത് കയറി. പിന്നെ ഞാൻ പുറം ലോകം കണ്ടിട്ടില്ല 2 മാസത്തോളം. ഞാൻ പുറം ലോകം എന്ന് പറഞ്ഞ് കാണുന്നത് അവിടുത്തെ ജനലിലൂടെയുള്ള ആകാശം മാത്രം കാണുന്നതാണ്. ആ ജനലിലൂടെ ആകാശം കാണാം. അനീഷിന് നന്നായിട്ട് അറിയാം അവിടുത്തെ അനുഭവം എന്താണെന്നുള്ളത്. പുറം ലോകം കാണിക്കില്ല. അതിനകത്തുനിന്ന് പുറത്തോട്ട് പിന്നെ വരണമെങ്കിൽ പർദ്ദ ഇട്ടേ അവർ ഇറക്കുള്ളൂ. പർദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മറയ്ക്കും. ചിലപ്പോൾ കണ്ണുവരെ ഇങ്ങനെ മറയ്ക്കും. ആശുപത്രി കേസുകൾ അത്രയ്ക്കും നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രം ആശുപത്രിയിലേക്ക് അവർ കൊണ്ടുപോകും. അല്ലാത്ത സന്ദർഭങ്ങളിൽ അവിടെ തന്നെ നിർത്തും. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെറിയൊരു വിഷയം വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഇവിടെ ഒരു ചിത്ര ചേച്ചിയുണ്ട്, ശ്രുതി ചേച്ചിയുണ്ട്, ഇവിടെ അശ്വതിയുണ്ട്, എത്ര പേരുണ്ട്. പക്ഷേ ആരോരുമില്ലാതെ, അച്ഛനോ അമ്മയോ ആരും തുണയില്ലാതെ, അച്ഛനും അമ്മയ്ക്ക് പോലും പരിചയമുള്ള ആൾക്കാർ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ 2 മാസത്തോളം അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. എന്നിട്ടും എന്റെ അഹങ്കാരം എന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല കേട്ടോ. അവിടെ കിടന്ന് ഞാൻ ചക്രശ്വാസം വലിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ അവിടെയും ഇസ്ലാം സ്പിരിറ്റ് കൂട്ടിയതേ ഉള്ളൂ എന്നെ. എങ്ങനെയാണെന്നറിയാമോ? അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ക്ലാസ്സുകളിലെല്ലാം ഇസ്ലാം മതത്തെ പുകഴ്ത്തിയും ഹിന്ദു മതത്തെ നികഴ്ത്തിയുമായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. ഹിന്ദു മതത്തിൽ കുറവുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിവിടെ, നമ്മുടെ സ്ഥാപനം എങ്ങനെയാ? നമ്മുടെ ആർഷവിദ്യാ സമാജം നമ്മളിൽ തന്നെ, നമ്മുടെ സമൂഹത്തിൽ തന്നെ അടിഞ്ഞുകിടക്കുന്ന തെറ്റിദ്ധാരണകളെ നീക്കി നമ്മളിൽ തന്നെ പരിവർത്തനമുണ്ടാക്കി അതുപോലെ തന്നെ തെറ്റായ ആശയങ്ങളെ തുറച്ചു മാറ്റണമെന്നാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, ഇതിന്റെ കുറവുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് വിശക്കുന്നുണ്ടെന്ന് അറിയാം, നന്നായിട്ടറിയാം. ഇവിടെ ഉള്ളവരൊക്കെ എന്നെ പ്രാഗിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ച് കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ തികച്ചും ആ ഒരു
ഓൾറെഡി അവിടെ പോകുമ്പോൾ തന്നെ ഒരു ജിഹാദിനോട് താല്പര്യം ഉണ്ടായിരുന്ന എന്നെ വീണ്ടും വീണ്ടും ജിഹാദിലേക്ക് തന്നെ ആകർഷിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു അവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ചെകുത്താനെയാണ് ആരാധിക്കുന്നത്, അമ്പലങ്ങളിൽ ഇബിലീസിനെയാണ് ആരാധിക്കുന്നത്, ഇബിലീസിന്റെ മതമാണ്, ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് മഹാപാതമാണ്. ഇപ്പൊ ഇന്നാള് ഞാൻ വീഡിയോ കാണിച്ചിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും പഠിപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്റെ മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷിക്കണം. അവരെനിക്ക് എത്രയൊക്കെ ആയിക്കോട്ടെ, എത്ര കാഫിറുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ ദീനിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഇന്റൻഷൻ കൂടിക്കൂടി വന്നു, ആ ഒരു താല്പര്യം കൂടിക്കൂടി വന്നു. ഞാൻ ആ താല്പര്യത്തോടു കൂടി തന്നെ മതം പഠിച്ചു. ഇത് 10 പേരിലേക്കെങ്കിലും ഈ മതം എത്തിച്ച് മതത്തിലേക്ക് ആളെ ചേർക്കണം. അങ്ങനെ ഞാൻ 10 തവണ ഹജ്ജ് ചെയ്തതിന്റെ കൂലി എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തോടെയായിരുന്നു ഇരുന്നത്. കോഴ്സ് ഏതാണ്ട് തീരാറായപ്പോഴത്തേക്ക് എന്റെ നാട്ടിലെ ഹിന്ദു സംഘടനകളെല്ലാം കൂടെ ചേർന്ന് എന്നെ ചതിച്ചു. അവര് ഒരു ഊഹം വെച്ച് എന്റെ മൊബൈൽ നമ്പർ എല്ലാം ഞാൻ സിം ഒക്കെ പൊട്ടിച്ചിട്ടായിരുന്നു പോയിരുന്നതെങ്കിൽ പോലും ഈ IMEI നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് മൊബൈലിന്. ആ നമ്പർ വെച്ചിട്ട് ഞാൻ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് പോലീസ് വരെയിട്ട് വന്നു. പക്ഷെ ഒരു കാരണവശാലും പൊന്നാനിയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പോലീസിനെ കയറ്റില്ല. അതങ്ങനെ ഒരു ഏരിയയും കൂടെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അവിടുത്തെ പൊന്നാനി പോലീസുമായിട്ട് വന്ന് എന്നെ അവിടുന്ന് കൊണ്ടുവരുന്ന നേരത്ത് 2 വണ്ടിയിലായിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്, പനീഷ് പറഞ്ഞ പോലെ. പക്ഷെ എന്നെ വാളം വെച്ചൊന്നും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. വരാൻ നേരത്ത് അവിടെ മുതൽ എന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ടായിരുന്നു. കാരണം വീട്ടുകാർ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തുകൊണ്ടാണ് കൂടുതൽ അന്വേഷണമൊക്കെ വന്നതും. അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന നേരം വരെ തലങ്ങും വിലങ്ങും അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് എൻ്റെ ചേട്ടന്മാരും ചേട്ടത്തിയമ്മമാരും അച്ഛനും അമ്മയില്ല, അമ്മ അപ്പോഴത്തേക്ക് കിടപ്പിലാണ്. ഞാൻ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ബന്ധു വീട്ടിലാണെന്നാണല്ലോ ഇവരുടെ പ്രതീക്ഷ. വീട്ടിൽ വഴക്കായിട്ടാണ് പോയതും. അതുകൊണ്ട് ഇവർ ആ കുറച്ചു കാലത്തേക്ക് എന്നെക്കുറിച്ച് കോണ്ടാക്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, കള്ളത്തരം പറഞ്ഞാണ് പോയതെന്നുള്ളൊരു ഐഡിയ വന്നപ്പോഴത്തേക്ക് ഇവർ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്ത് കുറെ അന്വേഷിച്ചു. ഞാൻ ഇവിടെ വന്ന അച്ഛന്റെ പോലെ തന്നെ അവസ്ഥയായിരുന്നു എന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യം. അച്ഛൻ പിടിച്ചു നിന്നു, പക്ഷെ അമ്മയ്ക്ക് പറ്റിയില്ല. അമ്മ തളർന്നു, കിടപ്പിലായി. നേരം വണ്ണം ഭക്ഷണം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെയായിരുന്നു എന്നെ സ്നേഹിച്ചത് എന്റെ അമ്മ. ഒന്ന് പിച്ചി പോലും എന്നെ നോവിച്ചിട്ടില്ല, ഒന്ന് നുള്ളിപ്പോലും എന്നെ നോവിച്ചിട്ടില്ല എന്റെ അമ്മ. അതുപോലെ സാറിനൊക്കെ അറിയാം, അതുപോലത്തെ ഒരു വായിൽ കോലിട്ട് തിരികെ പോലും അങ്ങോട്ട് കടിക്കാനോ പോവില്ല. അങ്ങനത്തെ ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു അമ്മയാണ്. ആ അമ്മയാണ് ഞാൻ അന്ന് അടിച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയത്. എന്നിട്ടും പഠിച്ചില്ല. നല്ല ആവേശമായിരുന്നു ഇറങ്ങിപ്പോകുമ്പോൾ. പക്ഷെ ഓരോരുത്തരുടെയും നോട്ടം, ഒരു പെൺകുട്ടിയായ ഞാൻ അത് സഹിച്ചുകൊണ്ട് ആ പള്ളിയുടെ അകത്തേക്ക് കയറി പോകുന്നത് മതമാറ്റ കേന്ദ്രത്തിലേക്ക് പോയതാണെന്ന്. അന്ന് ഒരു തവണ ഒന്ന് പതറിയിട്ടുണ്ട്. അയ്യോ വേണ്ടായിരുന്നു, ആരെങ്കിലും പരിചയക്കാരെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു. കാരണം നോട്ടം അതുപോലുള്ള നോട്ടമാണ്. എങ്കിലും എന്തോ ഒരു ധൈര്യത്തിൽ പിന്നെയും മുന്നോട്ട് പോവുകയായിരുന്നു. എന്നെ അവിടുന്ന് കൊണ്ടുവന്നു, കോടതിയിൽ ഹാജരാക്കി. അവിടം വരെ ഞാൻ ആരുടെ വാക്കും കേൾക്കുന്നില്ല. അവിടെ എഴുതി കൊടുത്തതുപോലെ തന്നെ 2 ദിവസത്തേക്ക് മാത്രം മാറുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും എന്ന് ഞാൻ അവിടെ എഴുതി കൊടുത്തതിന്റെ പോലെ തന്നെ ആ വാശിയിൽ തന്നെയായിരുന്നു. അവരുടെ നമ്പർ അടക്കമെല്ലാം, അവിടുത്തെ ഉസ്താദിന്റെയൊക്കെ നമ്പറൊക്കെ കയ്യിലുണ്ടായിരുന്നു. ആരൊക്കെ പറഞ്ഞിട്ടും ഞാൻ കേൾക്കണില്ല. എന്നെ നന്നായിട്ട് അറിയാവുന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ, എൻ്റെ പെർള നാട്ടിൽ. ആ ചേട്ടൻ അവസാനത്തെ അറ്റ കൈക്ക് എൻ്റെ അമ്മയെ ജീപ്പിൽ കൊണ്ടുവന്നു, കോടതി വരെ കൊണ്ടുവന്നു, പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷനിലൊക്കെ തട്ടമൊക്കെ ഇട്ട് വളരെ ഗാംഭീര്യത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ആ പരിസരത്തുള്ള ആ നാട്ടിൽ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ആരുടെ മുമ്പിലും പതറാത്ത മനസ്സോടുകൂടി ജിഹാദിയായിട്ടുള്ള ഇസ്ലാം മത വനിതയായ റഹ്മത്ത് നടന്നു പോവുകയാണ്. റഹ്മത്ത് എന്നായിരുന്നു എൻ്റെ പേര്. റഹ്മത്ത് നടന്നു പോവുകയാണ് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക്. ഒട്ടും കുലുങ്ങുന്നില്ല. പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് പിന്നെ ഒന്നും വേണ്ട, അവിടെ ഒരാൾ എന്നെയും കാത്തിരിപ്പുണ്ട്. ആരാന്നറിയാവോ? കരഞ്ഞ് തളർന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നേരാൻ വണ്ണാവാതെ എന്നെയും കാത്ത് ഇങ്ങനെ, ഇന്ന് നമ്മുടെ വൈശാലിയെ കാണുന്നില്ലേ, അതുപോലെ ഏങ്ങലടിച്ച് കരയുന്ന എൻ്റെ അമ്മ, എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ. ആ അമ്മ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. എന്തിനാ എന്നെ വിട്ടു പോയതെന്ന് ഒന്ന് അടിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഓങ്ങുമ്പോഴത്തേക്കും വീണു.
എങ്കിലും ആ കൈ എൻ്റെ ദേഹത്ത് വീണിരുന്നു. എന്നിട്ടും ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പോണം. ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ അമ്മ സമാധാനിക്കില്ല. ഞാൻ പോണം തന്നെയാ പറയുന്നത്, പോയില്ലെന്നല്ല പറയുന്നത്. അമ്മ കരയണ്ട, ഞാൻ അപകടത്തിലേക്കൊന്നും അല്ല പോകുന്നത്, ഞാൻ തിരിച്ചു വരും, പക്ഷെ എനിക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ തട്ടമെങ്കിലും മാറ്റുമോളെ എന്ന് പറഞ്ഞു. തട്ടവും മാറ്റാൻ ഞാൻ തയ്യാറല്ല. ഇതെന്റെ മതം പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ മതം നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ അനുകരിച്ചോ, ആരാധിക്കുക, എന്താ ചെയ്തോ. പക്ഷെ എന്റെ മതം ഇതല്ല പഠിപ്പിക്കുന്നത്. എനിക്ക് മാനം മൂടി നടക്കേണ്ടവളാണ് ഞാനൊരു മുസ്ലിം വനിതയാണ്, ഇന്ന് എന്റെ പേര് വരെ ഞാൻ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അത്രയും നാളും ശ്രുതി എന്നൊക്കെ വിളിച്ചെന്നെ സ്നേഹത്തോട് വിളിച്ചിരുന്ന അവർക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ആ അമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? കൊടുക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് നൽകിയിരുന്നത്. എൻ്റെ നല്ല പ്രായത്തിൽ ഒരമ്മയ്ക്ക് താങ്ങും തണലും ആയിട്ട്, അമ്മയ്ക്കും അച്ഛനും താങ്ങും തണലും ആയിട്ട് വരേണ്ട എൻ്റെ ആ ഒരു യൗവന കാലത്തിൽ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വേദന അത്രയ്ക്കും വലിയ വേദനയായിരുന്നു. അപ്പോഴും തിരിച്ചറിവൊന്നുമില്ല. ശ്രുചേച്ചി നീട്ടുന്നു എന്ന് വിചാരിക്കരുത്. എൻ്റെ ജീവിതം ഇവിടെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത് വ്യക്തമായൊരു താല്പര്യത്തോടു കൂടി തന്നെയാണ്. നിങ്ങളിൽ ഇനിയും മനസ്സിൽ എവിടെയെങ്കിലും ഈ മതത്തോടോ മതത്തിലെ ആൾക്കാരോടോ സഹതാപമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ അതിൽ തിരുത്തലുണ്ടാകണമെന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഞാൻ 2 ദിവസത്തേക്ക് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ അമ്മയുടെ കണ്ണീര് കൊണ്ട് മാത്രമാണ്. ഈ അമ്മയുടെ കണ്ണീരില്ലായിരുന്നെങ്കിൽ, അമ്മ അന്ന് കരഞ്ഞില്ലായിരുന്നെങ്കിൽ, അമ്മയെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നും എവിടെയെങ്കിലും ഇന്നാൾ ആ വീഡിയോയിൽ കണ്ട പോലെ ഏതെങ്കിലും ഒരു ചേരിയിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ, പറയാൻ പറ്റില്ല, നിവൃത്തികേടുകൊണ്ട് ജീവിക്കാനുള്ള തത്രപ്പാടിന് വേണ്ടിയിട്ട് ഇന്ന് ജീവിക്കണം, ആത്മഹത്യ ചെയ്യാനുള്ള ഭയം കൊണ്ട് ജീവിച്ചേ മതിയാകുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് ഏതെങ്കിലും ജോലി, എന്തെങ്കിലും നികൃഷ്ടമായ ജോലി ചെയ്തിട്ട് ജീവിക്കേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേർന്നേനെ. പക്ഷെ ഈശ്വരൻ അമ്മയായിട്ട് ആ സമയത്ത് അവിടെ അമ്മയുടെ കണ്ണീരായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ആ കണ്ണീര് കൊണ്ട് 2 ദിവസത്തേക്ക് എന്നുള്ള രീതിയിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പറഞ്ഞു, 2 ദിവസത്തേക്ക് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോവുകയാണ്, പക്ഷെ എനിക്ക് വീണ്ടും പോകണം. അവിടെ എഴുതി കൊടുത്തതും അതുപോലെ തന്നെയാണ്, അദ്ദേഹം എഴുതിയതും അങ്ങനെ തന്നെയാണ്. പിന്നീടുള്ള മൊമെന്റ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസവും അന്നത്തെ എനിക്ക് ക്രൂരതയായിരുന്നു. ഇത്രയും പറഞ്ഞതുകൊണ്ട് അത്രയും നേരം പറഞ്ഞതൊന്നും അല്ല പിന്നെ എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന്, എൻ്റെ അമ്മയല്ല കേട്ടോ, ബാക്കിയുള്ളവരുടെ കാര്യം നടന്നപ്പോൾ കവാത്ത് മറന്നു. എന്നെയും കൊണ്ട് നേരെ പുത്തൂരിലേക്ക് പോയി, കർണാടകയിൽ. അവിടെ കൊണ്ടുപോയി ഒരു ഗ്ലാസ് ഒരു വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് അവിടെ കുറേ ചർച്ച. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ദൈവം ഉദ്ഭവിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ ആവേശത്തോടു കൂടി, ഉറക്കം വരണ്ട, നല്ല കഥയാ. അപ്പോൾ ദൈവം ഉത്ഭവിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനോട് എന്നോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം ഉദ്ഭവിച്ചു വരത്തൊന്നുമല്ല, അത് നിങ്ങളുടെ പൊട്ട വിശ്വാസമാണ്. അല്ല മോളെ, നിനക്ക് ദൈവം ഉദ്ഭവിച്ചു വരുന്നത് ഞാൻ കാണിച്ചു തരാം, നാളെ രാവിലെ നീ റെഡിയായിട്ട് നിന്നോന്ന് പറഞ്ഞു. എന്ത് സാധനം കാണിക്കാനാണ് ഇദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും കെട്ടും കെട്ടി അവരുടെ കൂട്ടത്തിൽ എന്തായാലും പെട്ടു. ഇനി അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഓടാനും പറ്റത്തില്ല, ഉറപ്പാണ്. അതുകൊണ്ട് അവരുടെ കൂടെ പോയി. ഒരു വീട്ടില്, ഒരു തോട്ടത്തിന്റെ നടുക്കൊരു വീട്, ആ തോട്ടത്തിന്റെ അപ്പുറത്തെ വശത്ത് കുന്നാണ്. ആ ഒരു വീട്ടില് ചെന്ന് ഒരു ഗ്ലാസ് പാല് തന്നു. ആ പാലും കുടിച്ചിട്ട് ഒരു കുന്നിലേക്ക് എന്നെ ഓടിച്ചു കയറ്റി, വേഗം വാന്ന് പറഞ്ഞ് ഓടിച്ചു കയറ്റിയത് ഒരു ഓർമ്മയുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോ ഒരു ഗ്ലാസ് പച്ച ജ്യൂസ് തന്നു. നല്ല നിറം അല്ലേ, പച്ച ജ്യൂസ്, പച്ച മതത്തിലുള്ളവർക്ക് പച്ച ജ്യൂസ്. ഞാൻ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ആര്യവേപ്പിലയുടെ ജ്യൂസാണ് സംഭവം. ഒരു തുള്ളി ഇറക്കിയപ്പോ തന്നെ ഞാൻ ചേട്ടന്റെ മുഖത്തേക്ക് നോക്കി. ചേട്ടൻ ഒന്ന് കുടിച്ചോ, ധൈര്യമായിട്ട് കുടിച്ചോ, ഒരു പ്രശ്നവും ഇല്ല, നിനക്ക് കൈവിഷം കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നീ കുടിച്ചോ എന്നും പറഞ്ഞ് 3 ഗ്ലാസ് ഒറ്റയടിക്ക് എന്നെ കുടിപ്പിക്കുകയാണ്. കാര്യമായിട്ട് എന്നെ കുടിപ്പിച്ചു. ഈ പാലും കുടിച്ചിട്ട് അതിലെന്താണ്ടൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല. അതും കുടിച്ച് ഈ കുന്നിലേക്ക് ഓടി കയറിയിട്ട് ഞാൻ നോക്കിയപ്പോ കുറെ ആൾക്കാർ, അതിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലെ ആൾക്കാരുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് സമാധാനമായി. ഓ, എന്റെ ആങ്ങളാരപ്പുറത്തുണ്ട്, അവരും ഛർദ്ദിക്കുന്നുണ്ടല്ലോ, ഇക്കമാരുണ്ട്, പിന്നെ ഇഞ്ഞമാരുണ്ട് കുറെ. അപ്പൊ പിന്നെ ഇതെന്തായാലും വേറെന്തോ ആയിരിക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഛർദ്ദിക്കാൻ. എന്താ കുറേ ഛർദ്ദിച്ചു. അത്രയും കാലം എനിക്ക് കഫക്കെട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഛർദ്ദിച്ചപ്പോ ഒരു ഗുണമുണ്ടായി, അകത്ത് അടിഞ്ഞു കിടന്നിരുന്ന കഫമൊക്കെ അങ്ങ് പോയി.
അപ്പൊ ഈ കഫം ഇങ്ങനെ അടിഞ്ഞു കിടന്നിട്ട് ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ആണെന്ന് തോന്നുന്നു ആ കഫമൊക്കെ അടിഞ്ഞു കിടന്നൊരു വെളുത്ത പഞ്ഞുകെട്ട് പോലെ എന്തോ സാധനമായി അതവിടെ കിടക്കുക. അപ്പൊ കുറെ ഹവ്യക്കാര് എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല ഓടി വന്നിട്ട് പറയും, കണ്ടോ എത്ര വലിയ കൈവിഷ കൊടുത്തിരുന്നത്, ഫോട്ടോ എടുക്കല. ഞാൻ ഛർദ്ദിച്ചതിന്റെ ഫോട്ടോ എടുക്കേ, എന്റെ ഫോട്ടോ എടുത്താലും വേണ്ടിയില്ല, പക്ഷെ ഞാൻ ഛർദ്ദിച്ചിട്ടിരിക്കണ സാധനത്തിന്റെ ഫോട്ടോ എടുക്കേ. ഇത് പ്രാന്താണ് ഇവർക്കെന്ന് വിചാരിച്ചിട്ടുണ്ട്. അന്ന് അവിടുന്ന് ആ കുന്നിറങ്ങി വരുമ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, 2 ദിവസം കഴിയുമ്പോൾ ഇവരെന്നെ വിടും. ഇവരെ വിട്ടാ പിന്നെ എന്റെ പൊടി പോലും ഞാൻ കാണിക്കുകയില്ല. കാരണം ഇതുപോലെ എന്നെ ശിക്ഷിച്ചതിന് അമ്മയോട് തോന്നിയ കനിവ് കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ അമ്മ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പൊ അമ്മയോടും ദേഷ്യമായിരുന്നു. ഒരു സഹതാപം തോന്നിയതിന്റെ പേരിൽ എന്നെ ഇത്രയ്ക്കും ശിക്ഷിക്കണമായിരുന്നു എന്ന് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ നല്ല തമാശയായിട്ട് ഞാൻ തമാശയായിട്ട് അവതരിപ്പിക്കുന്നതാണെങ്കിലും അന്നത്തെ എന്റെ സിറ്റുവേഷൻ അത്രയ്ക്ക് പത്തറ്റിക് ആയിരുന്നു. അവിടുന്നും പിന്നെ എന്നെ വെറുതെ വിടുന്നില്ല, എന്നെ വണ്ടിയിൽ തൂക്കിയിട്ട് കൊണ്ടുപോവുക. ദൈവം ഉദ്ഭവിച്ച് കണ്ടല്ലോ, ഇനി ആ ദൈവത്തിന്റെ കൂടെ സംസാരിക്കാനായിട്ടാണോന്ന് അറിയത്തില്ല, എന്നെ കൊണ്ടുപോകാൻ പോവുക. ആ ദൈവത്തിനോട് സംസാരിക്കണ്ടേന്നും പറഞ്ഞിട്ടാണ് പിന്നെ കൊണ്ടുപോകല്. എന്ത് മാരണമെന്നായിക്കോട്ടെ 2 ദിവസം കഴിയുമ്പോൾ ഇവരെന്തായാലും എന്നെ വെറുതെ വിടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ ആ വണ്ടിയിൽ കയറി യാത്ര ചെയ്തു. കാഞ്ഞങ്ങാട് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് സംഭവം പിടികിട്ടി. ഇവരെന്നെ സംസാരിപ്പിക്കാൻ കൊണ്ടുപോവുകയല്ല, ഇവർ വേറെ എവിടെയൊക്കെയോ കൊണ്ടുപോവാണ്. വണ്ടിയിലിരുന്ന് ഞാൻ ബഹളമായി. ചേട്ടനോട് ചോദിച്ചു, എന്നെ സത്യം പറയണം, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അന്ന് പറഞ്ഞു, നിന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോവാണ്, അവിടെ ഈ കേസ് ഇവിടെ തീരുന്നില്ല, മിസ്സിംഗ് കംപ്ലൈന്റ് ആയതുകൊണ്ട് അവിടെ നീ റിപ്പോർട്ട് ചെയ്യണം, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, അവിടെ നിന്നെ ഹാജരാക്കേണ്ടതാണെന്ന് പറഞ്ഞു. വെറുതെ അല്ല മോളെ നിന്നെ ഞാൻ പറ്റിച്ചത്, ഞാൻ അനുഭവിച്ചോ നീയോ അനുഭവിക്കണം. അങ്ങനെ അവിടെ അപ്പൊ ആ പ്രതീക്ഷയിലായി പിന്നീടുള്ള വരവ്. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ സംഭാഷണത്തിൽ കിട്ടി, എന്നെ കൗൺസിലിങ്ങിനാണ് കൊണ്ടുവരുന്നത്, എന്നോട് സംസാരിക്കാനാണ് കൊണ്ടുവരുന്നത്. എന്നെ എറണാകുളത്തുള്ള ഹിന്ദു ഹെൽപ്പ് ലൈൻ ഓഫീസിൽ എത്തിച്ചു. അവിടെ എന്നോട് 2 പേര് സംസാരിച്ചു, ഒരു അഡ്വക്കേറ്റ് പിന്നെ ഒരു ബിസിനസ് പേഴ്സൺ. അദ്ദേഹമൊക്കെ സംസാരിച്ചു, കള്ളപ്പേരിലൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത്. കാരണം അവർക്കറിയാം ജിഹാദിന്റെ ആളായിട്ടുണ്ട് ഞാൻ. കുറെ അവരുടെ കയ്യിലേക്ക് കിട്ടിയ ഇൻഫർമേഷൻ കുറച്ച് കള്ളത്തരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഏതോ സംഘടനയുടെ ഭാഗമാണെന്നൊക്കെയാ. പക്ഷെ സംഘടനയുടെ ഭാഗമായിട്ടില്ല, പക്ഷെ ജിഹാദ് ഒരു മൈൻഡ് ഉണ്ട് എനിക്ക്, മതം മാറ്റിയെടുക്കണം എല്ലാവരെയും എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, സംസാരിച്ചുവെങ്കിലും കുറെ കാര്യങ്ങൾ ഇവരെന്നോട് പറയുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ വിഷമം മനസ്സിലാക്കണം, അങ്ങനെയൊന്നും പോകരുത്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാം തലം കുലുക്കി കേട്ടു. ശരി, ഓക്കെ, സമ്മതിച്ചു. കുറെ കുറ്റങ്ങൾ എന്നോട് ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ കാണുന്നില്ലേ ഓരോ ദിവസം എത്ര പേര് മരിക്കുന്നു, നാളെ ഇത്രയും കാലം നോക്കിക്കഴിഞ്ഞ് ചരിത്രമൊക്കെ എടുത്ത് നോക്കരുതെന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ അഡ്വക്കേറ്റ് എന്നോട് സംസാരിച്ചു. എല്ലാം കേട്ട് തലയും കുലുക്കി. ഈ ഖുറാനിലൊരു വചനമുണ്ട്, ശത്രുക്കളുടെ ഇടയിലാണെങ്കിൽ അവരോട് യുദ്ധതന്ത്രം പ്രയോഗിക്കണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ യുദ്ധതന്ത്രം പ്രയോഗിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല അപകടത്തിൽ പെട്ടിട്ടുള്ളത്, അവിടെ വേറെയും കുറെ പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്നോട് കൂടുതൽ വിശ്വാസമായി. ഞാൻ മാറി വരുന്നുണ്ട്. അപ്പൊ ഇവര് കൂടുതൽ മാറ്റത്തിനായിട്ട് യോഗയും പഠിക്കാം, കുറെ നമ്മുടെ ധർമ്മത്തിലെ കാര്യങ്ങളും അറിയാം, ഇസ്ലാം മതത്തിന്റെ പൊട്ടത്തരം അറിയിക്കുന്ന ഒരു സ്ഥലമുണ്ട് തൃപ്പൂണിത്തുറയിൽ. അവിടെ ഒരു മനോജ് എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. ആ മാഷോട് സംസാരിക്കുമ്പോൾ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞു. മനോജോ, ആയിക്കോട്ടെ, അതും കൂടെ ഉള്ളൂ. ആ നേർച്ചയും കൂടെ കഴിഞ്ഞിട്ടാവും അതിന് അടുത്തത്. എന്തായാലും ഇനി കൊണ്ടുപോകുന്ന ഇനി ഇവിടം തൊട്ടിട്ട് അത്രയ്ക്ക് സഹികെട്ട് കഴിഞ്ഞിരുന്നു. ഇനി സംസാരിക്കാൻ പോകുന്ന ആ സ്റ്റേജ് തൊട്ടിട്ട് ഇത് ഫൈനലായിരിക്കും. ഇനി എന്നെ ആരും സംസാരിക്കാൻ വിളിക്കണ്ട, ഇത് ഫൈനലായിരിക്കും. ഇവിടം തൊട്ട് ഞാൻ എന്റെ തനി സ്വരൂപം കാണിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് മതം മാറ്റാം, ഇവിടം തൊട്ട് തുടങ്ങാം എന്റെ മത പ്രബോധനം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വന്നു. തട്ടമിട്ടിട്ടില്ല. തട്ടം ഇവിടെ വന്നതിന് ശേഷം സാറിന്റെ മുമ്പിൽ വരുമ്പോഴാണ് ഞാൻ തട്ടമിട്ട് വരുന്നത്. കാരണം എന്റെ ഉദ്ദേശം അതാണല്ലോ. അതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സുജിത് സാറിനെയാണ്. താടിയൊക്കെ വളർത്തി, ഇന്ന് കാണുന്ന പോലെ ഒന്നല്ല, താടിയൊക്കെ വളർത്തിയിട്ട് മാന്യനായി മുണ്ടൊക്കെ എടുത്ത് അവിടെ ഇരിക്കുക. അപ്പൊ എന്റെ വിചാരം അതാണ് മനോജ് എന്നാ. മനോജ് ഇരിക്കാണല്ലേ, വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ എത്തി. എന്നോട് ആദ്യമായിട്ട് ചോദിക്കുകയാണ്, എന്താണ് അയ്യപ്പനെ കുറിച്ച് അഭിപ്രായം? പണ്ട് വെറുത്തതാ പേടിച്ചിട്ട് ഈ അയ്യപ്പനെ. ആ അയ്യപ്പനെ കുറിച്ച് എന്നോട് ചോദിക്കുക, അയ്യപ്പനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന്. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, നല്ല അഭിപ്രായമാണ് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതിശയിച്ചു പോയി. ശരിയല്ലേ, അയ്യപ്പന്റെ കഥ ഞാൻ കേട്ടത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ എന്തോ കാമ്പുണ്ടെന്ന് തോന്നിയായിരുന്നു. എന്നാലും എന്റെ ഉള്ളിലുള്ള ഈഗോ സമ്മതിക്കുന്നില്ല. എന്തായാലും ഇസ്ലാം മതം അതിനെക്കുറിച്ചിട്ട് പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഞാൻ സംശയം എന്ന രീതിയിൽ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ല മനോജ് സാറേ എന്ന് പറഞ്ഞ് ചോദിച്ചു. വിളിച്ചു മനോജ് സാർ എന്ന്. ഞാൻ മനോജ് സാറല്ല,
മനോജ് സാർ വേറെയാണ്, അത് ഞങ്ങളുടെ പ്രധാന ആചാര്യനാണ്. അദ്ദേഹം വരും, 2 ദിവസം കഴിയുമ്പോൾ വരും, അപ്പോൾ പരിചയപ്പെടാം. അപ്പോൾ പിന്നീട് മധു സാറ് സംസാരിച്ചു. മധു സാർ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മധു സാർ ഭയങ്കര തന്ത്രശാലിയാണ്. എന്നോട് എന്തുകൊണ്ട് PSC എഴുതിയില്ല, ഇത്രയും പഠിച്ചില്ലേ, എന്ത് പൊട്ടത്തര കാണിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു. ഇതെന്താടാ അപ്പനെ, യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് PSC എഴുതുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള പുകിലാണ് ഇവിടെ. ഒരാളുണ്ടായിരുന്നു, വേറൊരു അധ്യാപകനാണ്, അദ്ദേഹം ഇപ്പോൾ ഇല്ല, വേറെ ജോലിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ പ്രാണായാമം പഠിപ്പിക്കാമെന്നും പറഞ്ഞ്, നല്ല ക്ഷീണമുണ്ട്, വണ്ടിയിൽ കിടന്ന് അടിയായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നെ പിടിച്ചിരുത്തി ചമ്രം പടിഞ്ഞിരുന്ന് അവിടുന്ന് പ്രാണായാമം പഠിപ്പിക്കല, ഉറങ്ങി തൂക്കിക്കൊണ്ട് ഞാൻ പ്രാണായാമം പഠിച്ചു. ഓക്കെ ശരി. അങ്ങനെ ഒക്ടോബർ 19 ഞാനിവിടെ ആർഷവിദ്യാസമാജത്തിൽ വലതുകാല് വെച്ചല്ല, ഇടതുകാല് വെച്ച് കയറിയ. കാരണം എന്നെ ഇടതുകാലാണ് എനിക്ക് ഉത്തമം ആ സമയത്ത്. അങ്ങനെ എല്ലാം ഇടത്തോട്ടാണല്ലോ, എല്ലാം ഇടത്താണ്, സമ്പ്രദായമൊക്കെ ഇടത്തോട്ടാ. അതുകൊണ്ട് ഇടതുകാല് വെച്ച് ഞാൻ കയറി. ഒക്ടോബർ 21 തീയതി. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്താണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് പനിയൊക്കെ പിടിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ജലദോഷ പനിയുള്ളതുകൊണ്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി, അതുകൊണ്ട് ഇവിടെ അല്ല, വേറൊരു സ്ഥലത്തായിരുന്നു കിട്ടണം. ഹോമിയോ ക്ലിനിക്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടുത്തെ ഒരു ചേച്ചിയുണ്ട്, അമ്പിളിന്നുണ്ട്. അപ്പോൾ ചേച്ചിയായിട്ട് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഓട്ടോ വന്നു. ആ ഓട്ടോയിൽ നിന്ന് 2 പേര് ഇറങ്ങുവാണ്. ആദ്യത്തെ മധു സാറാണ്. 2ാമത്തെ ആൾ ഇറങ്ങിയപ്പോൾ അമ്പിളി ചേച്ചി പറഞ്ഞു, അയ്യോ മനോജ് സാർ വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് കാണുന്നത് യോഗാചാര്യനായിട്ടുള്ള മനോജ് സാറിനെ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ യോഗാചാര്യൻ എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ രീതിയിലുള്ള സങ്കല്പമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇസ്ലാം മതപ്രകാരം ആ ഭാവന പോലും തെറ്റാണ്. എങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ഒരു ഭാവന വേറെയാണ്. മെലിഞ്ഞ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശരീരമൊക്കെ ഉള്ള ഒരാള് എന്നുള്ള രീതിയിലാണ്. നോക്കിയപ്പോൾ യോഗാചാര്യനോ ഇങ്ങനെയോ, എന്തായാലും സൗമ്യമായ എന്നാൽ എന്തോ നമ്മളെ എന്താ പറയുക, ഒരു ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്ന് പറയാം, ഒരു ദൈവികമായിട്ടുള്ള എന്തോ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തോ ഒരു ഫീൽ ഉണ്ടാകുന്ന രീതിയിൽ ഒരു പുഞ്ചിരിയും തന്ന് അങ്ങോട്ട് കയറിപ്പോയി. പിന്നെ ഇദ്ദേഹത്തോട് സംസാരിക്കണം എന്നുള്ള ഇതായി. എന്തായാലും നല്ല ആളാണ്, എനിക്ക് മാറ്റാൻ പറ്റിയ ഒരാളാണ്. ഞാൻ കാത്തിരുന്നു, ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അന്ന് എന്നെ വിളിച്ചില്ല, വളരെ സങ്കടമായിപ്പോയി. പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങോട്ട് ചാടിക്കയറി ഇന്റൻഷൻ കാണിച്ചിട്ട് കാര്യമില്ല. ഗുരുവിനും തോന്നണം ശിഷ്യനോട്. ഒരു കഥ ഈ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ആ ഫ്ലാഷ് ബാക്ക് മധു സാറ് പറഞ്ഞപ്പോൾ ഫ്ലാഷ് ബാക്ക് എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ സാറിനോട് സംസാരിക്കാൻ നേരത്ത്, അത്രയും നേരം അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് തട്ടുവിടാനൊന്നും പറ്റത്തില്ല, ദസ്പ പിടിക്കാനും പറ്റത്തില്ല. അപ്പോൾ സാറിന് മുമ്പിൽ വരുമ്പോൾ ദസ്പയുണ്ട് കയ്യിൽ, തട്ട് വിട്ടിട്ട് സാറിന് മുമ്പിൽ സംസാരിക്കുക. ഖുറാൻ വെച്ചിട്ടുള്ള സംഭാഷണമാണെങ്കിലേ ഞാൻ തയ്യാറുള്ളൂ, വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട, മതി ഖുറാൻ വെച്ചിട്ട് തന്നെ സംസാരിക്കാം, അതാണ് ശ്രുതിക്ക് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ. സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രുതി അല്ല, റഹ്മത്തായിട്ട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. റഹ്മത്താണ് എൻ്റെ പേര്, ഞാൻ റഹ്മത്ത് എന്നുള്ള പേര് സ്വീകരിച്ച് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച ഒരാളാണ് എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തെ ചർച്ചയാണ്, സംഭാഷണമാണ്. ഓരോന്നോരോന്നായിട്ട് പണ്ട് പ്രഭാഷണങ്ങളിൽ ഈ ഭാഗവിമാര് പറഞ്ഞ് ശരിയെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഓരോ വചനങ്ങളും അതിൻ്റെ എല്ലാ രീതിയിലുള്ള എല്ലാതരം ഖുറാനിലുമുള്ള വ്യാഖ്യാനങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിച്ച് എന്നെ കൊണ്ട് തന്നെ വായിപ്പിച്ച് ഇതിൻ്റെ ഓരോ പൊട്ടത്തരങ്ങളും എന്നെ തെളിയിച്ച് തന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കിളിപോയ പരുവത്തിലായിരുന്നു ഞാൻ. ഇത് ഇസ്ലാം മതം പൊട്ടത്തരമാണെന്ന് മനസ്സിലായി. എങ്കിലും എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല ഇത് വിട്ടുവരാൻ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരിയേതാ, എനിക്ക് ശരിയായിട്ടുള്ള കാര്യം അറിയണം. ഹിന്ദു മതമാണ് ശരിയെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, കുറേ നൂലാമാലകളുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഈ സംശയം തീർക്കലും കാര്യങ്ങളായിട്ട് എൻ്റെ പഠനം ഇവിടെ തുടർന്നു. അത്രയും ദിവസം അമ്മയെ പോകണ്ടെന്ന് പറഞ്ഞ്, എൻ്റെ അച്ഛനൊക്കെ എപ്പോഴത്തേക്ക് പോയിരുന്നു, അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം കുറേ ദിവസത്തെ ക്ലാസ്സുകളിന് ശേഷം സാധനയൊക്കെ ചെയ്യാൻ പതുക്കെ തുടങ്ങി. അവരുടെ അഭിപ്രായം, ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കേട്ട് സാറും പറഞ്ഞു സാധന ചെയ്യൂ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. സാധനയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇത്രയും പൊട്ടത്തരമായിട്ടുള്ള ഒരു മതത്തിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഇത്രയും പൊട്ടത്തരമായിട്ടുള്ള ഒരു മതത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയ്ക്കും
ചെയ്യാൻ ഒരു മകളും ഒരു അച്ഛനും അമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത മഹാപാതകങ്ങൾ, വിസിബിളായിട്ടുള്ള തെറ്റാണ് ഞാൻ പറയുന്നത്, വിസിബിളായിട്ടുള്ള പാപങ്ങൾ ഒരു മാതാപിതാക്കളോടും ഒരു കുഞ്ഞും ചെയ്യാൻ പാടില്ലാത്ത മഹാപാപമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയെ അടിക്കുക, അച്ഛനെ ചീത്ത വിളിക്കുക, ചേട്ടന്മാരോട് കയർത്ത് സംസാരിക്കുക, ഒരു കുടുംബത്തിൽ പെരുമാറാൻ പാടില്ലാത്ത, ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ പെരുമാറുക, അത്രയ്ക്കും നീചമായിട്ട് പെരുമാറിയതൊക്കെ ഈ അർത്ഥശൂന്യമായൊരു മതത്തിന് വേണ്ടിയായിരുന്നല്ലോ. ഇനി അതുമാത്രമാണോ? ഞാൻ ഉപേക്ഷിച്ചു പോകാൻ പോയിരുന്നതോ? ഉപേക്ഷിച്ചു പോകാൻ പോയിരുന്നത് ഇത്രയും ശ്രേഷ്ഠനായ പരമേശ്വരനെയാണ്. എല്ലാവരോടും കനിവും കാരുണ്യവുമുള്ള, ദയയുള്ള, എല്ലാ തെറ്റും പൊറുക്കുന്ന, നമ്മളെ എല്ലാം തെറ്റുകളെല്ലാം പൊറുത്ത് ക്ഷമിച്ച് നമ്മളെ ഒരു കോഴി കുഞ്ഞുങ്ങളെ തള്ളക്കോഴി ചിറകിൻ കീഴിൽ പൊതിഞ്ഞു കെട്ടി സംരക്ഷിക്കുന്ന പോലെ നമ്മളെ സംരക്ഷിക്കുന്ന പരമേശ്വരനെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ, അദ്ദേഹം തന്ന ധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ, ഈ മഹത്തായൊരു ഹിന്ദു ധർമ്മത്തെ ഉപേക്ഷിച്ച് സനാതന ധർമ്മത്തെ ഉപേക്ഷിച്ചാണല്ലോ ഞാൻ പോകാൻ നിന്നത് എന്നുള്ള ഒരു കുറ്റബോധം കൊണ്ട് ഇന്ന് വൈശാലി കിടന്നിങ്ങനെ കരയുമ്പോൾ എനിക്ക് എൻ്റെ അന്നത്തെ അവസ്ഥയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മനോജ് സാർ എന്നെ കൈപിടിച്ചു ഉയർത്ത അമ്മയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും ധൈര്യമായിട്ട് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചിട്ട്, ഈശ്വരൻ്റെ മഹിമയെക്കുറിച്ചിട്ട്, ഗുരുപരമ്പരകളെക്കുറിച്ചിട്ട്, ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം ചിത്ര ചേച്ചിയെ പോലെ, ഞാൻ വലിയ പൊങ്ങച്ചം പറയുകയല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം എത്രയോ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ പെൺകുട്ടികളോട്, എത്രയോ ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എത്രയോ മാതാപിതാക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കഴിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുനാഥൻ മനോജ് സാർ നൽകിയ ഈ ആധ്യാത്മിക ശാസ്ത്രം എന്നുള്ള കോഴ്സ്, അതിലെ അറിവുകൾ, സാധന, പഠിപ്പിച്ചു തന്ന സാധന, അതിലൂടെയുള്ള ഈശ്വരീയ അനുഭവങ്ങൾ മാത്രമാണ്. ഇനി നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ, ലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തന്നെ ശബ്ദമോർത്തു പോവുകയാണ്. ഈ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം, ഇനി എന്താ തീരുമാനം എന്നുള്ള ചോദ്യം ഞാൻ പതുക്കെ റിക്കവറായി വന്നപ്പോൾ മനോജ് സാർ എന്നോട് ചോദിച്ചു, ഇനി എന്താ തീരുമാനം, വീട്ടിലേക്ക് തിരിച്ചു പോകാനാണോ? മാതാപിതാക്കൾ വിളിക്കുകയല്ലേ, അപ്പോൾ എന്താ ചെയ്യുക? മാതാപിതാക്കൾ അപ്പോഴത്തേക്ക് ഒന്ന് മാറി വന്നു എന്നാകുമ്പോഴത്തേക്ക് പിന്നെ കവാത്ത് മറന്ന് എല്ലാം മറന്ന് പിന്നെ ഇതൊന്നും വേണ്ട. അന്ന് കൊണ്ടുവരാൻ നേരത്ത് സാറിനോട് പറഞ്ഞാണ് കരഞ്ഞ് കാല് പിടിച്ച് എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ശരിയാക്കി താന്ന് പറഞ്ഞ അച്ഛനും അമ്മയാണ്. ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള തിടുക്കമാണ്. പക്ഷേ ഒരു തരത്തിലും എനിക്ക് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല ഇവിടുന്ന് പോകാൻ. ഞാൻ സാറിനോട് അന്ന് പറഞ്ഞു, ഞാൻ ഇസ്ലാമിൽ നിന്നപ്പോൾ ആ തെറ്റായ ആശയത്തിന് വേണ്ടി ഉറച്ചു നിന്നൊരു വ്യക്തിയാണ്. അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല. എന്നിട്ട് ഇതൊക്കെ എല്ലായിടത്തും എത്തിക്കണം, എല്ലാ മനുഷ്യരിലേക്ക് എത്തിക്കണം, കുറേ പേര് ദീനിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ശരി എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ആ ശരിക്ക് വേണ്ടി ഞാൻ ഉറച്ചു നിന്നില്ലെങ്കിൽ ഞാൻ എന്തിനു മനുഷ്യനായി ജീവിക്കണം? വല്ല പാമ്പിൻ്റെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രോഗം വന്നോ കിടന്ന് ചാവുന്നതിനേക്കാൾ നല്ലത് ശ്രേഷ്ഠമായിട്ടുള്ള എന്തെങ്കിലും ഈ ലഭിച്ചിരിക്കുന്ന മനുഷ്യജന്മം കൊണ്ട് ചെയ്തിട്ട് പോകുന്നതാണ് എനിക്ക്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ പെൺകുട്ടികൾ എന്നുള്ള നിലയ്ക്ക് സാർ എന്നെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തി. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് മോളെ. എൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ, എൻ്റെ ഈ പ്രസ്ഥാനത്തിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് ഒരു മടിയും ഉണ്ടായിട്ടല്ല. പക്ഷേ നീ ഒരു പെൺകുട്ടിയാണ്, നിനക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിന്റെ മാതാപിതാക്കളോടുള്ള നിന്റെ കടമ നിർവഹിക്കേണ്ടതാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് നിന്നെക്കുറിച്ചൊരു, നീ വിവാഹം കഴിഞ്ഞൊരു കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. എല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിവാഹം എന്നത് എൻ്റെ ചിന്തയിലില്ല, അത് പണ്ടും ഉണ്ടായിട്ടുള്ളതല്ല. ഞാൻ ഇസ്ലാം മതത്തിലായിരുന്നപ്പോൾ അവിടെ സന്യാസമൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്, പെണ്ണുങ്ങൾക്ക് സന്യാസം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അന്ന് ഞാൻ തയ്യാറെടുത്തിട്ടുണ്ടാകാം അതിന്. അത് അള്ളാഹുവിൽ നിന്നുള്ള കൂലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എനിക്ക്, ശരിയിലെ പക്ഷത്ത് നിൽക്കുമ്പോൾ എനിക്ക് വൈവാഹിക ജീവിതം വേണമെന്നുള്ള താല്പര്യമൊന്നുമില്ല, എനിക്ക് വിവാഹം വേണ്ട. ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ആശയം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ കൂടെ, അങ്ങയുടെ നിഴല് പോലെ
അങ്ങയുടെ മറ്റു ശിഷ്യന്മാർ, ഇപ്പം മധു സാറായിട്ടും സുജിത് സാറായിട്ടും അനിൽ സാറായിട്ടും അങ്ങനെയുള്ള ഓരോ ശിഷ്യന്മാരും അങ്ങയുടെ നിഴല് പോലെ എങ്ങനെ കൂടെ നടക്കുന്നുവോ അവരിലൊരാളായിക്കൊണ്ട് അങ്ങയെ നിഴല് പോലെ പിന്തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങയുടെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് അങ്ങയോടൊപ്പം വരണം എന്നാണ് ആഗ്രഹം. അങ്ങ് ഈ ധർമ്മം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ഈ ധർമ്മം എല്ലായിടത്തും എത്തിക്കുവാൻ വേണ്ടിയിട്ട്, അങ്ങയുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുന്ന കർത്തവ്യങ്ങളിൽ അങ്ങയുടെ ഒപ്പം തന്നെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും എന്നെ തടുക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് വന്നത്. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എൻ്റെ മുമ്പിൽ ഇന്നും. ആ ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും അന്ന് ഒഴുക്കിയ കണ്ണുനീരിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെയായിരുന്നു. ഇപ്പോഴും അതെ. അന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒഴുക്കിയ കണ്ണീരിൻ്റെ അതിനുള്ള പ്രായശ്ചിത്തത്തിന് ആയിട്ട് ഞാൻ ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട്. ഈ 3-4 വർഷത്തിനിടയ്ക്ക് ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാട്. ഇപ്പം തന്നെ ഇവിടെ തന്നെ എത്രയോ കുട്ടികളുണ്ട്. അവരുടെയൊക്കെ മാതാപിതാക്കളുടെ, അവരുടെയൊക്കെ കണ്ണുനീര്, എല്ലാവരെയും ശരിയുടെ ദിശയിലേക്ക് കൊണ്ടുവരാൻ, വിളിക്കാൻ ഞാൻ മുന്നോട്ട് വന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നതിനെ പ്രാകുന്നൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിപ്പോയല്ലോ എന്നുള്ളത് ഞാൻ പ്രാകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ഇന്ന് എനിക്ക് മനോജ് സാറിനെ അറിയാം, പ്രസ്ഥാനത്തെ അറിയാം, നിങ്ങൾ ഓരോരുത്തരെയും അറിയാം. ഇവിടെ പഠിച്ചു പോയ കുട്ടികളെയും അവരിലേക്കും ഈ ആശയങ്ങളൊക്കെ എത്തിക്കാനുള്ള ഒരു ഉദ്യമത്തിലേക്ക് എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് വയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും എവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിലും, എവിടെ നമ്മുടെ സനാതന ധർമ്മത്തിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നോടൊപ്പം മാത്രമല്ല, ഞങ്ങൾ എല്ലാവരോടൊപ്പം ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ പലരുടെയും പ്രാക്ക് എനിക്ക് ഇവിടെ കേൾക്കാം. അപ്പോൾ ആകെയുള്ള പറയാനുള്ളത്, ഇനിയും തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട തെറ്റായ ആശയങ്ങളെല്ലാം തന്നെ അത്രയ്ക്കും ശക്തമാണെന്ന് എനിക്കറിയാം. അത് പെട്ടെന്ന് അതിൽ നിന്ന് ഊരിപ്പോരുക എളുപ്പവുമല്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ, കേൾക്കാനുള്ള ക്ഷമ അതുണ്ടെങ്കിൽ മാത്രമേ, ഇതൊക്കെ തിരിച്ചറിയാനുള്ള ആഗ്രഹം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയും മാക്ബത്ത് എന്ന് പറയുന്ന ഒരു ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമയുണ്ട്. അതിൽ മാക്ബത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം കംപ്ലീറ്റ് ബ്ലഡ് ഷെഡാണ് അദ്ദേഹത്തിന്റെ ജീവിതം. എങ്ങനെയും നശിച്ചു, ഇനി അങ്ങ് നശിച്ച് നാറാണക്കല്ലങ്ങ് എടുത്തേക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ആവരുത് ഒരിക്കലും. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വരാനുള്ള താല്പര്യം ഉണ്ടാകണം. കൂടുതൽ നീട്ടുന്നില്ല, ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇനി വൈശാലിയാണ് പറയാനുള്ളത്. വൈശാലി പിന്നീട് പറയണം കേട്ടോ. പിന്നീട് ഒന്നുകൂടെ പ്രിപ്പയർ ആയിട്ട് പറയണം. വേറെ ആരൊക്കെ ഇനിയുള്ളത്? ലക്ഷ്മിയൊക്കെ പറഞ്ഞല്ലേ? ഇനി കണ്ണൻ കൂടി ഉണ്ടല്ലേ? കണ്ണൻ വന്നിട്ടില്ല. കണ്ണൻ സ്മിത വരുമ്പോൾ പറയാം. ശരി, നമുക്ക് ഇപ്പോഴത്തേക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.